ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സമയത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം എഴുതുന്ന പുസ്തകങ്ങൾ എന്ന വിഷയത്തോട് ബന്ധത്തിലുള്ള സമാപന സന്ദേശമായിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ തുടർന്നുള്ള കാര്യങ്ങൾ വേഗത്തിൽ ചിന്തിച്ച് എന്നെ സമയപരിധിക്കുള്ളിൽ ഈ ക്ലാസ്സിന്റെ പരിസമാപ്തിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു പ്രാർത്ഥനയായിരിക്കണം എന്ന് നിതമായിട്ട് അപേക്ഷിക്കും. ദൈവപുസ്തകം എഴുതുന്നുണ്ട് എന്ന് എല്ലാവർക്കും വിശ്വാസമായിട്ടുണ്ട്. ആ സംശയമെങ്കിലും മാറിയില്ല. മുമ്പ് വന്നപ്പോൾ സംശയത്തോടെ വന്നു. ദൈവം എല്ലാം എഴുതാന് എല്ലാം അറിയുന്ന ദൈവം എഴുതേണ്ട ആവശ്യമുണ്ട്. ദൈവനെ കുത്തിക്കുറിക്കുന്നത് പറഞ്ഞാൽ ദൈവത്തിന് എല്ലാം റെക്കോർഡിംഗ് ആയിട്ട് ഉണ്ടെന്നുള്ളതാണ് ദൈവം എഴുതുന്നത്. അതായത് നമ്മൾ വിചാരിക്കുന്നത് ദൈവം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കാന്നല്ല. ദൈവത്തിന്റെ രജിസ്റ്ററിൽ ദൈവത്തിന്റെ ആ തീരുമാനത്തിൽ ഇതെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു. ഇന്നതാണ് ഇന്നയാളെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ദൈവം അവന്റെ ബുദ്ധിയിൽ അവന്റെ പരിജ്ഞാനത്തിൽ രേഖപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ദൈവം എഴുതുന്ന പുസ്തകങ്ങൾ പറയുന്നത്. അപ്പോൾ ദൈവം എഴുതുന്ന പുസ്തകങ്ങളുടെ ബന്ധത്തിൽ 8 പുസ്തകങ്ങളെ കുറിച്ചാണ് സ്വർഗത്തിൽ പേരെഴുതിക്കുന്ന ബന്ധത്തിൽ നാം ചിന്തിച്ചത്. 8 പുസ്തകങ്ങൾ. അതില് ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, സ്വർഗത്തിൽ പേരെഴുതുന്നവരുണ്ട്. അവരെ കുറിച്ചാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. 8 പുസ്തകങ്ങളില് ഒന്നാമത്തെ പുസ്തകം ലോകസ്ഥാപനത്തിങ്കൽ എഴുതി തുടങ്ങിയ പുസ്തകമാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് എഴുതി തുടങ്ങിയ പുസ്തകം. ഒന്നുകൂടെ കറക്ഷൻ ചെയ്യണം. ലോകസ്ഥാപനത്തിന് മുമ്പ് എഴുതി തുടങ്ങിയ പുസ്തകം. ലോകസ്ഥാപനത്തിന് മുമ്പ് എഴുതി തുടങ്ങിയത് ജീവപുസ്തകമാണ്. ജീവപുസ്തകം എഴുതി തുടങ്ങി ഒടുക്കത്തെ നാളിലാണ് എന്ത് ചെയ്യുന്നത്, തുറക്കപ്പെടുവാൻ വേണ്ടി വെള്ളസിംഹാസനം ഭാഗം വരുന്നത്. രണ്ടാമതായി ദൈവം എഴുതി തുടങ്ങിയത്, ദൈവം ആരംഭമിട്ടത് ലോകസ്ഥാപനത്തിങ്കൽ മനുഷ്യന്റെ പേര് കൂടി ലോകസ്ഥാപനത്തിന് മുമ്പ് എഴുതിക്കൊണ്ടിരുന്ന ജീവപുസ്തകത്തിൽ അവന്റെ പേര് കൂടി എഴുതി. അതിനുശേഷമായി അവിടെ കൊണ്ട് അവസാനമല്ല. ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം ദൂതന്മാരുടെ പേരുകളാണ്, ഒന്നാമത്തെ ആകാശത്തുണ്ടായിരുന്ന ദൂതന്മാരുടെ പേരുകളാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. ലോകസ്ഥാപനം മുതലാണ് മനുഷ്യവംശത്തിന്റെ പേര് കുറിക്കപ്പെട്ടത്, ആദവും ഹവ്വയും. അതിന് ശേഷമായി ലോക ആരംഭം കുറിക്കുമ്പോൾ പാപവും മരണവും മനുഷ്യനിൽ കടന്നപ്പോൾ ആദത്തിന്റെ ഹവ്വയുടെയും പേര് ഈ പുസ്തകത്തിൽ നിന്ന് മായ്ക്കപ്പെട്ടതിന് മുമ്പ് മായ്ക്കപ്പെട്ടതിനെ കുറിച്ച് അടുത്ത ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ലോകസ്ഥാപനത്തിന് മുമ്പ് പേർ മായ്ക്കപ്പെട്ടതിനെ ചിന്തിക്കുന്നതായിരിക്കും. അപ്പോൾ ലോക ആരംഭത്തിങ്കൽ 2 പേരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ ചെയ്തു കുറിക്കപ്പെടുവാണ്. അവരുടെ പേരാണ് ആദമും ഹവ്വയും. അവരുടെ പേരാണ് ലോകാരംഭത്തിൽ കുറിക്കപ്പെട്ട ജീവപുസ്തകത്തിൽ കുറിക്കപ്പെട്ട ലോകസ്ഥാപനത്തിൽ കുറിക്കപ്പെട്ടു, ലോകാരംഭത്തിൽ മായ്ക്കപ്പെട്ടു. എന്നാൽ ലോകാരംഭത്തിൽ തന്നെ അധികം താമസിയാതെ കയീനെ പ്രസവിക്കുമ്പോൾ ഈ അന്നത്തെ അവരുടെ മടങ്ങിവരവ്, വേദനയുടെ ഉള്ള മടങ്ങിവരവ്, ആദത്തിന്റെയും ഹവ്വയുടെയും പേര് ജീവപുസ്തകത്തിൽ എഴുതുവാനിടയായി തീർന്നു. അതോടൊപ്പം തന്നെ കയ്യിന്റെ പേരും ഉണ്ടായിരുന്നു. ലോകാരംഭത്തിൽ 2 പേരുണ്ടായിരുന്ന 2 പേരും മായ്ക്കപ്പെട്ടു. ഒരൊറ്റ പേര് പോലും ലോകാരംഭത്തിൽ ആരംഭത്തിൽ എല്ലാം മനുഷ്യവംശത്തോട് ബന്ധത്തിൽ മായ്ക്കപ്പെട്ടു. ദൂതന്മാരുടെ പേരുണ്ട്. എന്നാൽ ലോകാരംഭത്തിൽ ഈ ഹവ്വ ഗർഭം ധരിച്ച് കയ്യിനെ പ്രസവിക്കുന്ന വേദനയുടെ ഘട്ടത്തിലാണ് ദൈവത്തെങ്കിലേക്ക് തിരികെയും ആ സമയത്ത് ആദത്തിന്റെയും ഹവ്വയുടെയും പേരും അതോടൊപ്പം അവർക്ക് ജനിച്ച കയ്യിന്റെ പേരും ലോകാരംഭത്തിൽ ജീവപുസ്തകത്തിൽ എഴുതപ്പെടും. എത്രയും വലിയ സങ്കീർണ വിഷയമൊന്നും ഓർത്തിരിക്കാൻ പറ്റും. ഞാനോ ഇത്ര കട്ടിയായിട്ട് പറയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ലെന്ന് പറയും. ആദ്യത്തെ ഹവ്വയെ അറിയാവോ? കേട്ടിട്ടുണ്ടോ? ആദ്യത്തെ ഹവ്വയെ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പേരെന്നാ എഴുതിയത്? ലോകസ്ഥാപനത്തിൽ അല്ലെ? ലോകസ്ഥാപനത്തിൽ നമുക്കറിയാം. എന്നാ അവിടെ പേര് മായ്ക്കപ്പെട്ടതെന്നാണ് ലോകാരംഭത്തിൽ. നമ്മുടെ ഹിസ്റ്ററി നോക്കിയാൽ മതി, പ്രീ ഹിസ്റ്ററി നോക്കിയാൽ മതി, എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റും. പിന്നെന്താ സംഭവിച്ചത് അല്ലേ? എങ്ങനെ നമുക്ക് ചിന്തിച്ചാൽ മതി. അല്ലെ ഇതെല്ലാം കാണാൻ പഠിച്ചൊന്നും വെക്കണ്ട. സംഭവിച്ച ഓർഡർ അനുസരിച്ച് ചിന്തിച്ചു വരുമ്പോൾ മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്. ഏതെങ്കിലും ചോദിച്ചത് അദ്ദേഹത്തിന് അറിയത്തില്ല, അതുകൊണ്ടല്ല, എന്റെ അടുത്തിരിക്കുന്നവരോട് ചോദിച്ചതേ ഉള്ളൂ.
ഈ ലോക ആരംഭത്തിൽ പേര് വായിക്കപ്പെട്ടു. കാരണം എന്താ? മരണവും പാവവും. ലോകാരംഭം എന്ന് പറഞ്ഞാൽ പൈശാചിക ആധിപത്യം തുടങ്ങുന്നതിനെയാണ് ലോകാരംഭം. പാപവും മരണവും ആരംഭമിട്ടതിനെയാണ്, മനുഷ്യരുടെ ആരംഭമിട്ടതിനെയാണ് മനുഷ്യരുടെ ബന്ധത്തിൽ ലോകാവസാനം. ഈ കഥ വരുന്നത് പാപങ്ങളെ നീക്കുവാനായിട്ടാണ്. യേശു എപ്പോൾ പ്രത്യക്ഷനായി? എപ്പോഴാ പ്രത്യക്ഷനായത്? പറഞ്ഞാട്ടെ, എപ്പോഴാ പ്രത്യക്ഷനായത്? ബൈബിളിലെ പോലെ പറയണം, ക്രിസ്മോഗ്രാമാ പറഞ്ഞാട്ട് മാർക്ക് തരും. ആരാ? യേശു ക്രിസ്തു പാപങ്ങളെ നീക്കുവാനായി എപ്പോഴാണ് പ്രത്യക്ഷപ്പെട്ടത്? വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പറയണം. ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ലോകാവസാനത്തിൽ പ്രത്യക്ഷനായി. ഉണ്ടോ? വചനത്തിലുണ്ടോ? പാപങ്ങളെ നീക്കുവാൻ ലോകാവസാനത്തിൽ പ്രത്യക്ഷനായി. ലോകാരംഭം പാപങ്ങളുടെ തുടക്കമാണ്. മരണം മനുഷ്യരിൽ പ്രവേശിച്ചത് ആരംഭമാണ് ലോകാരംഭം. ലോകാവസാനം എന്ന് പറയുമ്പോൾ പാപങ്ങളെ നീക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ആരംഭത്തെക്കാൾ, ബാക്കി പറഞ്ഞാണ് ആരംഭത്തെക്കാൾ, ലോകം പറഞ്ഞാണ് ആരംഭത്തെക്കാൾ അവസാനം നല്ലത്. അയ്യോ, എല്ലാവരും ചെന്ന് ലോകാവസാനം എന്ന് പറഞ്ഞാൽ ഏതോ വലിയ പ്രശ്നമാണെന്ന് വിചാരിക്കും. ലോകാരംഭത്തെക്കാൾ ലോകാവസാനം നല്ലത്. ആരംഭത്തെക്കാൾ അവസാനം നല്ലത്. കാരണം എന്താണ്? ആരംഭം മനുഷ്യരുടെയും പാപവും മരണവും പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ലോകാവസാനത്തെങ്കിൽ പാപങ്ങളെ നീക്കുവാൻ ഒരുവൻ ലോകത്തിലേക്ക് ജനവേഷത്തിൽ എന്നെ പോലെ നിങ്ങളെ പോലെ നമുക്ക് സദസ്യനായി വന്ന് കാൽവരിയെ ക്രൂശിൽ രക്തം ചൊരിഞ്ഞ് പാപങ്ങളെ നീക്കി. അതാണ് ലോകാവസാനത്തിന്റെ ആരംഭം. ഇന്ന് ഇവിടുന്ന് പോകുന്നതിനുമായിട്ട് അവസാനം നല്ലതായിട്ട് വേണം പോകാനായിട്ട്. ആരംഭത്തെക്കാൾ അവസാനം നല്ലതായിരിക്കണം. ആലിസൻ ചോദ്യം കിടപ്പാണോ? ഓക്കെ 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 കണ്ടില്ല. അതുകൊണ്ട് അപ്പൊ ലോക ആരംഭത്തെക്കാൾ ലോക അവസാനമാണ് നല്ലത്. ഇതുകൊണ്ടാ ഞാൻ ഇനി ആവർത്തിച്ച് ഒരുപാട് സമയം വേണം. നിങ്ങളൊന്ന് റിപ്പീറ്റ് കൂടെ പോയാൽ നല്ലതാണ്. അത് ഏറ്റവും നല്ലത്. കാരണം എന്നോട് കൂടെയുണ്ട് പറഞ്ഞതൊക്കെ ഈ ഇവിടെ വന്ന് നമ്മൾ കൂടിയത് ഏറ്റവും നല്ലതാണെന്ന് പറയാമെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ മനസ്സ് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. അപ്പൊ ആരംഭത്തെക്കാൾ അവസാനം നല്ലതെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, അല്ലേ? ആരംഭത്തെക്കാൾ നമ്മൾ പറഞ്ഞു, പക്ഷെ എന്റെ ആഗ്രഹമൊന്നും അറിയത്തില്ല. ലോകാരംഭത്തെക്കാൾ ലോക അവസാനം നല്ല. ഞാൻ ആ വിഷയം വേണ്ടി എടുത്ത് വേണമെങ്കിൽ ഇപ്പം മുഴുവൻ പഠിപ്പിക്കാം. എന്തുകൊണ്ടാണ് നല്ലതെന്ന് പറഞ്ഞിരിക്കുന്നത്? ലോകാരംഭത്തിൽ മനുഷ്യന്റെ പേര് മായ്ക്കപ്പെട്ടു. ഇവിടുന്ന് ജീവി ഉറവിയായിരിക്കുന്ന ക്രിസ്തുമായുള്ള ബന്ധത്തിൽ നിന്ന് ജീവോസ്തത്തിന്റെ പേര് മായ്ക്കപ്പെട്ടു. അതിനുശേഷമായി സ്നേഹവാനായ ദൈവം മനുഷ്യരോട് കരുണ തോന്നിയതുകൊണ്ട് അവന്റെ പേര് മടങ്ങി വന്നപ്പോൾ എഴുതപ്പെട്ടതും ലോകാരംഭത്തിലാണ്. അന്ന് തുടങ്ങിയ പ്രവൃത്തിയുടെ യഥാർത്ഥമായ പാപങ്ങളെ നീക്കം ചെയ്യുന്നത്. ഇബ്രാഹിം വായിക്കും, അവർ വിശ്വസിച്ചെങ്കിലും വാക്തത്വം കൊണ്ട് പ്രാപിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതിക്കുന്നതിന്റെ കാരണം അതാണ്. ഈ വചനത്തിന്റെ ചങ്ങല മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ, റൂട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ എല്ലാ പുസ്തകങ്ങളും എളുപ്പമാണ്, എല്ലാവർക്കും ഓടിപ്പോകും. ഇതിന്റെ ബ്രേക്ക് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഓടത്തും കിട്ടുന്നില്ല. പിന്നെ എബ്രാഹിം ലേഖനം അറിയത്തില്ല, കൊലസിലേഖനം അറിയത്തില്ല, കൊരിന്ത്യലേഖനം അറിയത്തില്ല. എന്നാൽ ഇതിന്റെ റൂട്ടുണ്ട്, ചെയിനുണ്ട്. അത് കറക്റ്റായിട്ട് പ്രൊസീഡ് ചെയ്തു പോയെങ്കിൽ എല്ലാ പുസ്തകങ്ങളും നമുക്ക് ഉൾക്കൊള്ളിക്കാം. പക്ഷെ എന്നാൽ അത് ശരിയായ രീതിയിൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. നമ്മളെ കുറിച്ചൊക്കെ ചിന്തിച്ചാൽ മതി, നമ്മുടെ ജീവിതമാണ് ചിന്തിച്ചാൽ മതി. അത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ. ഡോക്ടറാകാൻ പഠിക്കുന്ന ആള് ശരീരത്തോട് അവയവം പഠിക്കുന്നത്, ഞാൻ പലരും പഠിക്കുകയാണ്. എത്ര വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം. അവരുടെ ശരീരത്തെ കുറിച്ചല്ല പഠിക്കുന്നത്. കണ്ണിനെ കുറിച്ച്, മൂക്കിനെ കുറിച്ച്, കാതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. അത് ചിന്തിച്ചാൽ മതി. എന്റെ ശരീരാവയവങ്ങളെ കുറിച്ച് പഠിക്കുന്നു പറഞ്ഞാൽ MBBS ആയി, അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണോ? വേറെ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? ഇവിടെ ഡോക്ടർ ഇരിപ്പുണ്ട്, അതാ പഠിച്ചത്. കരൾ എന്നതാണ്, ലിവർ എന്നതാണ്, ഹാർട്ട് എന്നതാണ്, ബീറ്റ് എന്നതാണ്, സ്ട്രോക്ക് എന്നതാണ്, അതൊക്കെ പഠിച്ചാൽ മതി. ഡോക്ടറായി സ്റ്റുഡിയോ എല്ലാവരും ഡോക്ടർമാരായിട്ടേ പോകുള്ളൂ. എന്നതുപോലെ നമ്മളിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാം? പഠിക്കുക. ഞാൻ എപ്പോ ജനിച്ചു,
ഞാൻ എങ്ങനെയാ ജനിച്ചത്, ജാതി പിതാവ് ആരായിരുന്നു, എന്നാണ് ഈ പുസ്തകത്തിൽ പേര് എഴുതുന്നത്, എന്നാണ് എന്റെ വല്യപ്പന്റെ പേര് വായിച്ചു കളഞ്ഞത്, എന്നാണ് പിന്നെ എന്നെ വീണ്ടും എഴുതാൻ തുടങ്ങിയത് എന്നൊക്കെ ചിന്തിച്ചാൽ മതി. സിമ്പിളായ കാര്യമേ ഉള്ളൂ. ബൈബിൾ പഠിക്കുന്ന അങ്ങനെ. അല്ലാതെ ഇതെല്ലാം അവിടെ ഡോക്ടറേറ്റ് എടുത്ത് പഠിക്കുകയല്ല. അതെല്ലാം പഠിച്ച് അതവര് കൂട്ടർ ചെയ്യണം. അത് അത്യാവശ്യമാണ്. കാരണം നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു മുട്ടയ്ക്കകത്ത് എന്തെല്ലാം അവിടെ നോക്കിയോ കഴിച്ചു, നമ്മൾ പോകുന്നു, കടല കഴിച്ചു, ഗ്യാസ് വരുന്നൊക്കെ പറഞ്ഞ് പോകുന്നു. അത് ന്യൂട്രീഷ്യന്മാരുണ്ട്, അല്ലെങ്കിൽ ഡോക്ടർ എടുക്കുക, അവർ പഠിച്ചോട്ടെ. അതിനകത്ത് എന്തൊക്കെ പോഷകങ്ങളും എന്തൊക്കെയുണ്ട് അവർ പഠിച്ചോട്ടെ. നമുക്കെന്ത് മനസ്സിലാക്കിയാൽ മതി, ഇത് കഴിച്ചാൽ വയറ് നിറയും, കുഴപ്പമില്ലെന്ന് ചെയ്താൽ മതി. അതൊക്കെ പഠിച്ചോട്ടെ, അവര് തിസിസ് എടുക്കട്ടെ. ഡോക്ടർ അത് ആവശ്യമാണ്. ആരെയും ചോദിച്ചു വന്നാൽ കൊടുക്കണ്ട. നമ്മുടെ ഇടയിലും ഡോക്ടർമാരുണ്ട്, തിസിസ് ഉണ്ട്. ഈ പുസ്തകം അനേകർ പഠിക്കുന്നതാണ്. ഇതിനകത്ത് വെറുതെ എഴുതിയ പുസ്തകത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ദൈവം ഒരു കൂട്ടരെ വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയാ. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ പഠിക്കേണ്ടത് അതിനൊക്കെ വലുതായി പഠിത്തം. പക്ഷേ നമ്മളെ കുറിച്ച് മനസ്സിലാക്കണം. നമ്മുടെ നിത്യതയെ കുറിച്ചുള്ള പഠനമാണ് ദൈവം എഴുതുന്ന പുസ്തകങ്ങൾ എന്നുള്ള വിഷയം. അതങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ ഭാരം ഉണ്ടാകത്തില്ല. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇരിക്കുന്ന ടെൻഷനൊക്കെ മാറി സന്തോഷത്തോടെ പറയും, ഞങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായിരുന്നു. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പറയിപ്പിച്ചിട്ടേ കൊടുക്കുള്ളൂ. അല്ലെ ക്യാബ് എക്സെപ്റ്റ് ചെയ്യൂ. മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാബ് എന്ത് ചെയ്യും, എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മനസ്സിലായി എന്ന് പറയുന്നവരെ ഫാമിലി കോൺഗ്രസ് കണ്ടിന്യൂ. കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും മനസ്സിലായാലും ഇല്ലെങ്കിലും എന്ത് പറയണം, ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾക്ക് എല്ലാം വീട്ടിൽ പോകണം. മനസ്സിലായതിൽ കുഴപ്പമില്ല, എന്ത് ചെയ്യണം, വീട്ടിൽ പോകണം. എനിക്കിങ്ങനെ സരസമായി പഠിപ്പിക്കുന്നത് ടെൻഷനൊക്കെ മാറാൻ വേണ്ടി, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി. വളരെ നിസ്സാരമായി നമ്മളത് മനസ്സിലാക്കുമ്പോൾ ഗൗരവത മനസ്സിലാക്കുകയും ചെയ്യണം. നമ്മുടെ അകത്തെ ആത്മാവിനെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും അതിന് ഒരാരംഭമുണ്ടെന്നും അവസാനം നിത്യതയുണ്ടെന്നുള്ളത് നാം മനസ്സിലാക്കണം. ലോകാരംഭത്തിൽ സംഭവിച്ച കാര്യം മനസ്സിലായെങ്കിൽ അതിനുശേഷമായി ഇപ്പം ഈ പുസ്തകം എന്ന് പറയുമ്പോൾ 3 ഘട്ടങ്ങൾ. ഒന്ന് ലോകസ്ഥാപനത്തിന് മുമ്പ്, ലോകസ്ഥാപനത്തിൽ, ലോക ആരംഭത്തിൽ. അടുത്തത് വരുന്നത് ജീവനുള്ള പുസ്തകത്തിൽ നിന്ന് പ്രൊമോട്ട് ചെയ്തൊരു വ്യക്തിയാണ് ആര്, അവൻ. എബ്രായർ ലേഖനം 11-ാമത്തെ അതുകൊണ്ടാണ് വിശ്വാസത്തിൽ അതിനെയാണ് എബ്രായർ പറയുന്നത് സിദ്ധന്മാരുടെ ആത്മാക്കൾ എന്ന് പറയുന്നത്. സിദ്ധന്മാരുടെ ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ ഈ സ്വർഗീയ കൃപയിലേക്ക്, സ്വർഗീയ തേജസ് പ്രാപിക്കുന്നവരുടെ ആത്മാക്കളെ കുറിച്ചാണ് സിദ്ധന്മാരുടെ ആത്മാക്കൾ എന്ന് പറയുന്നത്. നാം കടന്നു വന്നിരിക്കുന്നത് എവിടേക്കാണ് പറയുന്നത്, തീ കത്തുന്ന പർവ്വതം സ്ഥൂലമായത് ഇങ്ങനെയുള്ളതിലേക്കല്ല, പിന്നെയോ സിയോൻ പർവ്വതത്തിനും പറഞ്ഞിട്ട് അവിടെ ദൈവിക തത്വത്തെ കുറിച്ചൊക്കെ പറഞ്ഞ സിദ്ധന്മാരുടെ ആത്മാക്കൾ, സ്വർഗത്തിൽ പേരിരിക്കുന്ന ആദിജാതന്മാരുടെ സഭ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. തെളിവ് പറഞ്ഞു പോകുന്നില്ല, അത് എടുക്കാൻ പറഞ്ഞില്ല. സിദ്ധന്മാരുടെ ആത്മാക്കൾ പഴയ നിയമത്തിൽ സിദ്ധത പ്രാപിച്ച, സിദ്ധത എങ്ങനെ പ്രാപിക്കുന്നത് അതറിയാം. പറഞ്ഞോട്ടെ, വേഗം പറഞ്ഞോട്ടെ. സിദ്ധത വേഗത്തിൽ പറയാം. ഈ പറയുന്നവർക്കെല്ലാം സമ്മാനമുണ്ട്. വേഗത്തിൽ പറയണം. സിദ്ധത എങ്ങനെ കിട്ടുന്നത്? കഷ്ടത, സഹിഷ്ണുത എല്ലാരും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മാർക്ക്, ഫുൾ മാർക്ക്. വേറെ പോയിട്ടില്ല. അപ്പൊ എല്ലാവർക്കും അറിയാം, കഷ്ടത എന്ന് പറയുമ്പോൾ എല്ലാവരും കയറിയൊക്കെ പിടിക്കും. മനുഷ്യന്റെ ഏറ്റവും വലിയ വിഷയം കഷ്ടതയാണ്. കർത്താവെന്ന് പറഞ്ഞറിയോ, കഷ്ടതയ്ക്ക് വേണ്ടി ജനിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ജനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ബന്ധുക്കോസുകാർക്ക് പറയാനുള്ളത് എന്താ? കഷ്ടത. ഭൂമിയിൽ ജനിച്ചത് ഞാൻ ആരുടെ വിട്ടത് കഷ്ടതയ്ക്ക് വേണ്ടിയാ, എന്നാൽ എന്റെ അവസാന പ്രത്യാശയാണ്. കഷ്ടതയിൽ ജനിക്കുന്ന മനുഷ്യൻ പ്രത്യാശയിലെത്തും. അതിനുവേണ്ടിയാ ഒരുവന് ലോകത്തിൽ വന്ന് കഷ്ടം സഹിച്ചത്. എന്നെ രക്ഷിപ്പാൻ കഷ്ടം സഹിച്ച അനുസരണം തികഞ്ഞവനായ ക്രിസ്തുയേശുവിനെ ഇന്ന് പകർച്ചവർ ഉയർത്തുകയ. അവരാണ് നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച് അനുസരണം തികഞ്ഞവനായി സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് കാരണഭൂതനായിട്ട്. അവിടെ നിങ്ങളെ സൃഷ്ടിച്ചത് കഷ്ടതയ്ക്ക് വേണ്ടിയാ. എന്നാൽ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്ന കഷ്ടതയുടെ അളവ് എന്താണെന്ന് എനിക്കറിയാം.
നിനക്ക് സഹിക്കാൻ കഴിയാത്തതിന് മീതെ ഞാൻ എന്ത് ചെയ്തില്ല, പരീക്ഷ തരത്തില്ല, കക്ഷ തരത്തില്ല. ആ സഹിക്കാൻ കഴിയാത്തതിന് മീതെയുള്ളതെല്ലാം അഥവാ മരണമാകുന്ന ആ വലിയ വിഷയത്തെ, ആ വലിയ കഷ്ടതയെ പറഞ്ഞു, ഞാൻ ഏറ്റെടുക്കാം. ഞാൻ പിതാവുള്ള അല്പസമയം മരിക്കുന്നത്, വേറിട്ടു പോകുന്നത് ദൈവത്തിന് അകന്നുപോയ മണ്ണിലെഴുതപ്പെട്ട മനുഷ്യന്റെ പേര് വീട്ടിലെഴുതുവാൻ വേണ്ടിയ അതിനെയാണ് സിദ്ധത പ്രാപിക്കുക എന്ന് പറയുന്നത്. സിദ്ധത പ്രാപിച്ചതിൽ ഒന്നാമത്തെ വ്യക്തിയുടെ പേര് ഹാബേൽ എന്നാണ്. ഹാബേൽ. അത് 4ാമത്തെ പുസ്തകം ദൈവം എഴുതി തുടങ്ങിയത് ലോകാരംഭത്തിൽ ഹാബേൽ കൈയിനേക്കാൾ ഉത്തമമായ യാഗം കഴിച്ച് അവനെന്ത് ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ രക്തം അവന്റെ ജീവന ചെയ്തു, ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് 4ാമത്തെ പുസ്തകം. പഴയ നിയമത്തിൽ ശ്രേഷ്ഠന്മാരായിരിക്കുന്നവരുടെ പേരുകൾ എഴുതുന്ന പുസ്തകമാണ് ഈ പുസ്തകം, 4ാമത്തെ പുസ്തകം. അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞു. ഇതാണ് പഴയ നിയമം. പഴയ നിയമത്തിൽ 2 മേനിയാണ് ഉണ്ടായിരുന്നത്, 30 മേനി, 60 മേനി. 2 തേജസ് ഉണ്ടായിരുന്നത്. ഒന്നെങ്കിൽ ഭൗമ തേജസ്, അല്ലെങ്കിൽ നക്ഷത്ര തേജസ്. ഈ 2 തേജസ്, 2 മേനിയ പഴയ നിയമത്തിലുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ ആർക്കും. ഈ പഴയ നിയമത്തിന്റെ യരിശലേം ദേവാലയത്തെ കുറിച്ച് എങ്ങനെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, ഒരു കർട്ടൻ, അതിന്റെ അകത്താണ് അതിവിശുദ്ധ സ്ഥലം ഇരിക്കുന്നത്. 3 ഭാഗങ്ങൾ: 30 മേനി, 60 മേനി, 100 മേനി. അപ്പോൾ പഴയ നിയമത്തിൽ യേശു കർത്താവ് വരുന്നവരെയും പഴയ നിയമ മുഖാന്തരമായി ആടുകളുടെയും കാളകളുടെയും രക്തം കൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിഞ്ഞത്. അവരെ വാഗ്ദത്തം നിവർത്തി പ്രാപിച്ചില്ല. ക്രിസ്തു മുഖാന്തരമേ പാപം എന്ത് ചെയ്തു? പൂർണ്ണമായി മാറ്റപ്പെട്ടിട്ടുള്ളൂ. കാരണം അവരൊക്കെ നീതീകരിക്കപ്പെട്ടെങ്കിലും അവരെ മരണാനത്തിന് വെച്ചിരുന്നത് നീതിയുള്ള പാതാളത്തിലായിരുന്നു. എന്നാൽ ക്രിസ്തു യേശു വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ ശരീരമാകുന്ന തിരശ്ശീല ചീന്തി നമുക്ക് കൃപാസനത്തിന് അടുത്തേക്ക് ചെല്ലുവാൻ പുതിയ നിയമ വിശ്വാസികൾക്ക് ഒരു സ്വർഗീയ വിളി ദൈവം തന്നു. ആ വിളിയാണ് അതിശ്രേഷ്ഠമായ വിളി, സ്വർഗീയ വിളി എന്ന് പറയും. എവിടേക്ക് പ്രവേശിക്കാൻ കഴിയും? അപ്പ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കൃപാസനത്തേക്ക് അടുത്ത് ചെല്ലുവാൻ, സമയഭേദം കൂടാതെ കടന്നു ചെല്ലുവാനുള്ള സാവകാശം പുതിയ നിയമത്തിലാണ് ഉണ്ടായത്. എന്നാ ഉണ്ടായത്? യേശു ക്രിസ്തു 2000 വർഷം മുമ്പ് അവന്റെ ശരീരമുള്ള തിരശ്ശീല ആ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി വിഭജിച്ചപ്പോൾ പിതാവാം ദൈവത്തിന്റെ കൃപാസനത്തേക്ക് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുവാനുള്ള പുത്രത്വം നമുക്ക് തന്നത്. പുത്രൻ ലോകത്തിൽ വന്ന് ജീവൻ തന്നതുകൊണ്ടാണ് പുത്രത്വം തുറക്കപ്പെട്ടത്. അങ്ങനെയാണ് ആദ്യജാതന്മാരുടെ സഭ എന്ന് പറയുന്നത്. ആദ്യജാതന്മാരുടെ ഫസ്റ്റ് ബോൺ ചർച്ച് എന്ന് പറഞ്ഞാൽ ആദ്യജാതന്മാരുടെ സഭ. ഇത് എപ്പോഴാ പേരെഴുതുന്നത്? അതിന്റെ 1ാമത്തെ പേരെഴുതിയ ആരുടെയാണ്? സ്തെഫാനോസ്. എപ്പോഴാ ദൈവം എഴുതിയത്? അവന്റെ മരണത്തിക്കൽ അവന്റെ പേര് സ്വർഗം അവന്റെ ആത്മാവിനെ റിസീവ് ചെയ്യും. അങ്ങനെ നമ്മൾ മരിക്കുകയാണെങ്കിൽ അവസാനം പറയേണ്ടത് എന്തായിരിക്കണം? അയ്യോ, ഞാനൊന്ന് കരുതിയില്ലേ, ഞാൻ കണ്ടില്ലേ, കുടിച്ചില്ലേ, കൊടുത്തില്ലേ, അതാണ് ഇതാണ് എന്നെല്ലാം പറഞ്ഞാണ് മരിക്കേണ്ടത്. കാര്യങ്ങളെല്ലാം തീർത്തു വെച്ചോണം. എപ്പോഴാ ശ്വാസം ഭരിക്കുന്ന അറിയത്തില്ല. അതുകൊണ്ട് അന്നേരം പറയരുത്. അന്നേരം മരിക്കാൻ സമയത്ത് കണ്ണടയ്ക്കുന്നതിന് മുമ്പ് പറയുന്നത്, പിതാവേ എന്റെ ആത്മാവിനെ അങ്ങയുടെ കൈ ഞാൻ പരമേൽപ്പിക്കുന്നു പറയണം. അങ്ങനെ പറയാൻ കഴിയുന്നവരാണ് യഥാർത്ഥമായിട്ടും ആദ്യജാതന്മാരുടെ സഭയിലുള്ളത്. അല്ലാത്തവർക്കെല്ലാം ഭയമായിരിക്കും, വേദനയായിരിക്കും, ഭാരമായിരിക്കും. ഇന്നിവിടെ വിട്ടുപോകണമെങ്കിൽ എത്ര പേർക്ക് പറയാൻ കഴിയും? അങ്ങയുടെ കരങ്ങളിലേക്ക് യേശുവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് എന്റെ ആത്മാവിനെ ഞാൻ പരമേൽപ്പിക്കുന്നു എന്ന് പറയുവാനുള്ള ഒരു ജീവിത വിശുദ്ധി, ജീവിത വയസ്സവും ലക്ഷ്യമുള്ളവരാണ് ആദ്യജാതന്മാരുടെ സഭയിൽ പേരിടുന്നത്. അവർ ഈ ലോകത്തിൽ നിന്ന് മരിക്കുമ്പോൾ, ലോകം വേർപെട്ടു പോകുമ്പോൾ അവരുടെ പേര് ദൈവം വചനമാകുന്ന കർത്താവ് ആദ്യജാതന്മാരുടെ പേരിടുന്ന ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തും. അങ്ങനെ രേഖപ്പെടുത്തിയത് ആവരാമെച്ചി ആദ്യം എഴുതിയ പേരാ നമ്മുടെ സ്തെഫാനോസിന്റെ പേരാണ് എഴുതിയത്. കാരണം സ്തെഫാനോസിനെ കർത്താവ് എന്ത് ചെയ്തു? അവന്റെ പേര് ആദ്യജാതന്മാരുടെ പുസ്തകത്തിൽ പേരെഴുതിയിട്ട് അവനെ എന്ത് ചെയ്യും? ദൈവം സ്വീകരിക്കും. എവിടെ അവന്റെ ആക്കിയെന്നറിയാമോ?
പരദീസയുടെ 3-ാം സ്വർഗത്തിലാക്കി. ആദ്യം നിലവിളിച്ചത് ഹാവേലാണ്. അവരെവിടെ ആക്കിയെന്നറിയാമോ? ദൈവം വെച്ചാൽ അടുത്ത ബൈബിൾ സ്റ്റഡി ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച്, മരണാനന്തര നിരകൾ, പുനരുത്ഥാനങ്ങളെ കുറിച്ച് ലക്ഷ്യം ഉടനെ എടുക്കും. ദൈവം അറിയാവുന്നവർക്ക് എളുപ്പമാണ്, അറിയത്തില്ലാത്തതുകൊണ്ടായ കണ്ടുപിടിച്ചിരിക്കുന്ന കുഴപ്പമില്ല. അറിയാം, ഇതെല്ലാം ബൈബിളിലുള്ളതാണ്. ഓരോരുത്തരും താന്താന്റെ നിരയിലാണെന്ന്. നമ്മൾ പഠിച്ച 4 പുസ്തകങ്ങളുടെ ഗൗരവം നമുക്ക് പോകരുത്. ആദ്യജാതന്മാരുടെ പേര് എവിടെ എഴുതുന്നത്? സ്വർഗത്തിൽ പേരിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയിൽ നമ്മുടെ പേര് അവസാനം ഉണ്ടായിരിക്കണം. ജീവാവസാനത്തെങ്കിൽ നമ്മുടെ പേര് എവിടെ ഉണ്ടായിരിക്കണം? ഈ പുസ്തകത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ സഭയ്ക്കകത്ത് 30 മേനിയുണ്ട്, 60 മേനിയുണ്ട്, 100 മേനിയുണ്ട്. എല്ലാവരും 100 മേനിയുള്ള ലോക്കൽ സഭകളാണെങ്കിൽ അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും 100 മേനിയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം. എന്നാൽ ദൈവാത്മാവാണ് ആത്മാക്കളെ തൂക്കി നോക്കുന്നത്. സ്വർണ്ണക്കടയിൽ ഇരിക്കുന്ന ഒരു ത്രാസ് കണ്ടിട്ടില്ലേ? അത് പലചരക്കടയിൽ വെക്കുന്ന ത്രാസ് പോലെയുള്ളതാണോ? അല്ലെ, ഇപ്പൊ ഡിജിറ്റൽ സിസ്റ്റമാണ്. മൈന്യൂട്ടായിട്ടുള്ളൊരു ഒരു ത്രാസാണ് സ്വർണ്ണമൊക്കെ തൂക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. കണ്ടിട്ടുണ്ടോ? സ്വർണ്ണക്കടയിൽ പോകാൻ സ്തോത്രം ചെയ്യുന്നു. പണ്ട് പോയിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ കണ്ടിട്ടില്ലേ ചെറിയ ത്രാസ്? അതെങ്ങനെ വെച്ചിരിക്കുന്നത്? എങ്ങനെ തുറന്നാണ് വെച്ചിരിക്കുന്നത്? വളരെ സേഫാണ്. ഇങ്ങനെയുള്ള ആത്മാക്കളെ തൂക്കി നോക്കുന്ന ദൈവമാണ്. തൂക്കി നോക്കിയിട്ട് നമ്മുടെ വെയിറ്റ് നോക്കും. വിശ്വാസത്തിൽ എത്ര വെയിറ്റ് ഉണ്ടെന്നോ, പതിരാണോ, ഇത് ധാന്യമാണോ എന്ന് ആരാ നോക്കുന്നത്? ദൈവം തൂക്കി നോക്കുമ്പോൾ ആ ക്ലാസ്സിൽ ദൈവത്തെ അറിയാം. 30 എന്നുള്ള റീഡിങ് വരുമ്പോൾ പറയും, ഇവനെ എന്തെനിക്ക് മാറ്റാൻ പറയും? ഈ പുസ്തകത്തിൽ മാത്രം പേര് നിർത്തിയാൽ മതി. ഇവനെന്താ പുനരുത്ഥാനം പ്രാപിക്കേണ്ടത്? ഒടുക്കത്തെ നാൾ കഴിഞ്ഞ് ഭൗമിക തേജസ്സോടെ എന്ത് ചെയ്യും? ഈ ആകാശത്തിൽ വരാൻ വേണ്ടി അവന്റെ പേര് അവിടെ. ഞാൻ 30% ഞാൻ ലോകം വിട്ടു പോവുകയാണെങ്കിൽ എന്റെ പേര് ഈ പുസ്തകത്തിൽ മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ എന്റെ പേര് 60 പേരിലേക്ക് വരികയാണ്. ഞാൻ വിശുദ്ധ സ്ഥലത്തിന് യോഗ്യമാകുന്ന നിലവാരത്തിലേക്ക് എത്തിയാൽ, ലോകത്തെ ജയിച്ച് ജഡത്തെ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെ എത്തി? പ്രാകാരം വിട്ട് വിശുദ്ധ സ്ഥലത്തെത്തി. അവിടെയാണ് വിളക്ക്, മേശ, കാഴ്ച, പുകച്ച് പഴയ നിയമത്തിന്റെ നിഴലുകളാണ്. കത്രമേശയൊക്കെ ഒരുക്കുന്ന അതിനുള്ള ബന്ധത്തിൽ എല്ലാവർക്കും കൂടാം. ഈ പറയുന്ന പ്രാകാരത്തിൽ നിൽക്കുന്നവർക്കും വിശുദ്ധതയുള്ളവർക്കും അതിന്റെ അവകാശമുണ്ട്. യാഗപീഠത്തിൽ അതിനെ ഭജിക്കാനുള്ള പദവി പഴയ നിയമത്തിൽ കൊടുത്തിരുന്നത് പുരോഹിതന്മാർക്കും അവരുടെ മക്കൾക്കുമായിരുന്നെങ്കിൽ ശ്രേഷ്ഠപരമായിരിക്കുന്ന ക്രിസ്തു മുഖാന്തരമാണ് പ്രാകാരത്തിലുള്ളവർക്കും അവരുടെ അവകാശം ലഭിക്കാൻ കാരണം, മാറ്റം നിർത്താത്തിന്റെ കാരണം നമ്മൾ ആരായിരുന്നു? രാജകീയ പുരോഹിത വർഗത്തിൽ പെട്ടതുകൊണ്ടാണ്. എല്ലാവരും ശ്രേഷ്ഠന്മാരായോ? ഇല്ല. അപ്പോൾ നമ്മൾ 60 പേരിലേക്കാണ് വരുന്നെങ്കിൽ നമ്മളെ പേര് പുതിയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരുടെ നിലവാരമാകുന്ന സഹോദര പദവിക്ക് നാം യോഗ്യരായിരിക്കും. ഇതാണ് പുതിയ നിയമത്തില് രേഖപ്പെടുത്തി തുടങ്ങിയത്. അപ്പോൾ ദൈവസഭയുടെ ആരംഭം മുതൽ 2 സാക്ഷികളുടെ പുനരുത്ഥാനം വരെയാണ് ഈ ചന്ദ്രത്തെ സ്ഥാപിക്കുന്ന ഒരു കൂട്ടനെ കുറിച്ചുള്ളത് രേഖപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്ന പുസ്തകം. അതാണ് ആ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, 5-ാമത്തെ പുസ്തകം ഏതാണ്? 5-ാമത്തെ പുസ്തകം പുതിയ നിയമസഭയുടെ ശ്രേഷ്ഠന്മാരുടെ നിലവാരത്തിലുള്ളവരുടെ പേരുകൾ രേഖപ്പെടുത്തുന്നതാണ്. അതിനെ കന്യകമാർ എന്നാണ് വേദപുസ്തകത്തിന്റെ ഭാഷയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. 45-ാം സങ്കീർത്തനത്തിൽ നിന്നാണ് അവരുടെ കൂടെ നടക്കുന്ന കന്യകമാരായ തോഴിമാരെ കൊണ്ടുവരുമെന്ന് പറയുന്നത്. അപ്പോൾ രാജ്ഞിയായിട്ട് നിർമ്മല കന്യക, അവരുടെ നിലവാരം 100%. ആ സൂര്യ തേജസ് പ്രാപിക്കുന്നത് സ്വർഗത്തിൽ പേരൊഴിക്കുന്ന സ്തെഫാനോസിനെ പോലെ തെളിവ് പ്രാപിച്ചു പോയവരുടെ എല്ലാം പേരുകൾ, പൗലോസിന്റെയും പത്രോസിന്റെയും തോമസിന്റെയും ഒക്കെ എഴുതിയിരിക്കുന്ന പേരുകളുടെ ഇടയിൽ ബാക്കിയുള്ള പേരുകളൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞാൽ അവിടെ പേര് എഴുതത്തില്ല, ദൈവം തീരുമാനിക്കുന്നത്. അങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ് ആദിജാതന്മാരുടെ സഭ. ആ ഒരു നിലവാരത്തിലേക്ക് എത്താത്തവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അത് കന്യകമാരാകുന്ന, കന്യകമാരുടെ പദവിയുള്ള സഹോദര പദവിയിലുള്ളവരുടെയാണ്. പുനരുത്ഥാനം ചെയ്ത ശേഷം പറഞ്ഞു, എന്റെ സഹോദരന്മാരോട് പോയി പറയുകയും. പുനരുത്ഥാനം കഴിഞ്ഞപ്പോൾ അന്നേരമാണ് ദാസ്യത്വം മാറ്റം ഉണ്ടായി. അല്ലെ, ദാസ്യത്തിന് വിടുതൽ പ്രാപിച്ചു. ദാസ്യത്തിന് ആത്മാവ് വിടുതൽ പ്രാപിച്ചു. ശരീരം വിടുതൽ പ്രാപിച്ചിട്ടില്ല. ശരീരത്തിന്റെ ദാസ്യം മാറുന്നത്
കർത്താവിന്റെ പുനരുത്ഥാനം നമ്മൾ വരുമ്പോൾ പുനരുത്ഥാനം പ്രാപിക്കുമ്പോഴാണ് ഈ ശരീരത്തിന്റെ ദാസ്യം മാറുന്നത്. ദാസന്മാർ പറഞ്ഞാൽ ദാസന്മാരായിരുന്നു, പാപത്തിന്റെ ദാസന്മാരായിരുന്നു, ആത്മാവ് ബന്ധിക്കപ്പെട്ടതായിരുന്നു. ക്രിസ്തു മുഖാന്തരം ആത്മാവ് സ്വതന്ത്രമാക്കപ്പെട്ടു. പക്ഷേ ഈ ശരീരം ജഡമാണ്, ബലഹീനമാണ്. ഇതെന്തെയും ബലഹീനമായതുകൊണ്ട് ഈ മണ്ണിൽ ലയിച്ചു ചേരുമെന്നാൽ കർത്താവിന്റെ കൃപ കൊണ്ടാണ്, പുനരുത്ഥാനത്തിലാണ് നമ്മുടെ ശരീരത്തിന്റെ ബലഹീനത മാറി നാം എന്ത് ചെയ്യുന്നത്, ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഏത് പുസ്തകത്തിലാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനനുസരിച്ചുള്ള തേജസ് പ്രാപിച്ച് ആ നിരയിൽ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ. മനസ്സിലായോ? അഞ്ചാമത്തെ പുസ്തകം മനസ്സിലായോ? ആറാമത്തെ പുസ്തകം എന്ന് പറയുമ്പോൾ ആറാമത്തെ പുസ്തകം എതിർക്രിസ്തുവിന്റെ പാണ്ഡമുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അറിയാവോ? നിങ്ങൾ ഇവിടെയല്ല, എല്ലാവരുടെ ശ്രദ്ധ വേറെ. നോക്കടെ എത്ര പ്രസംഗിച്ചതല്ലേ വർഷത്തേക്ക് പോയി കാണും. എല്ലാം തപ്പിക്കൊണ്ടിരിക്കുക. എന്റെ റെഫറൻസ് എന്നെ വിളിച്ച് ഭാഷ തോൽപ്പിക്കണമെന്ന് വെച്ചോണ്ടിരിക്കും. ഇത് തപ്പിക്ക് കുഴപ്പമില്ല. മടങ്ങി വേണം, ഇങ്ങോട്ട് വരണം. എന്നെ പലരും തോൽപ്പിക്കാൻ ഞാൻ തോറ്റു കൊടുത്തേക്ക് കുഴപ്പമില്ല, അറിയും. പക്ഷേ ഈ എതിർക്രിസ്തുവിന്റെ പാഠത്തെ കുറിച്ച് 664 അതും അറിയാം. 664 കുറിച്ച് കേൾക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അവർക്കില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്നത് 666 എന്നാണ്. 666 എന്ന പുസ്തകം എതിർക്രിസ്തുവിന്റെ പഠനമാണ്. അപ്പൊ ഞാനിവിടെ അതിലേക്കൊന്നും പോകുന്നില്ല. എതിർക്രിസ്തുവിന്റെ പഠനത്തിൽ രക്തസാക്ഷിത്വം ഭരിക്കുന്നതോടെ കൂട്ടത്തിൽ ആരുണ്ടായിരിക്കും? പുതിയ നിയമത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് ഉള്ള ഒരു വലിയ കൂട്ടമുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം, ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഈ പുതിയ നിയമത്തിൽ എതിർക്രിസ്തുവിന്റെ പഠനത്തിൽ രക്തസാക്ഷിത്വം ഭരിക്കുന്നവരുടെ പേരുകൾ ഇടുന്ന ഒരു പുസ്തകമുണ്ട്. വലിയൊരു സമൂഹമുണ്ട്. സാധാരണ എല്ലാവരും ചിന്തിക്കുന്നത് കർത്താവ് സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇസ്രായേലും എതിർക്രിസ്തുവും മാത്രമേ ഉള്ളൂ. ഈ ഉണങ്ങിപ്പോയ അത്തിയെ നോക്കിക്കൊണ്ട് എല്ലാവരും ദൈവസഭയെ ഉണക്കി വിട്ടണം അത്തി. പക്ഷേ വഴിയരികളുടെ അത്തിയാണ് ഉണങ്ങിപ്പോയത്. ദൈവം എന്ത് ചെയ്തു? അതിന് പകരമായിട്ട് ഒരു അത്തിയെ മുന്തിരിത്തോട്ടത്തിനകത്ത് നട്ടിട്ടുണ്ട്. ദൈവസഭയിൽ ചരിത്രം പഠിച്ചാൽ ദൈവസഭ എവിടെയെല്ലാം പണിയപ്പെട്ടിട്ടുണ്ടോ ഒരു യഹൂദനെ ചുറ്റിപ്പറ്റിയാണ് ദൈവസഭ ഉണ്ടായിട്ടുള്ളത്. അവൻ വിശ്വസിച്ചിട്ടല്ല. പൗലോസൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും യഹൂദനുണ്ടെങ്കിൽ അവന്റെ അടുത്ത് ചെന്നിട്ട് തുടങ്ങും പരിപാടി. അവരിഷ്ടപ്പെടാതെ ഓടിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ജാതിയുടെ അറിയുമ്പോൾ ഞാൻ പറഞ്ഞത്, ഇവനെ ദൈവം നട്ടിരിക്കുന്നവനെ അറിയത്തില്ലെങ്കിൽ ഇവരെ എവിടെ നട്ടിരിക്കുന്നത് ആകെ അറിയാവുന്ന അത്തി തളിർക്കുന്നതിനെ കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ. വഴിയരികുന്ന അത്തിയെക്കുറിച്ചോ മുതിർത്തോട്ടം നട്ടിരിക്കുന്ന അത്തിയെക്കുറിച്ചോ ഈ പറയുന്ന അത്തിയെ കുറിച്ചൊന്നും ആർക്കും അറിയത്തില്ല. തളിർക്കുന്ന അത്തിയെക്കുറിച്ചോ ഫലം കായ്ക്കുന്ന അത്തിയെക്കുറിച്ചോ ഒന്നുമുള്ള കാര്യങ്ങൾ ചെയ്തില്ല, ആരും നോക്കത്തില്ല. അപ്പോൾ ഇവിടെ മുന്തിരിത്തോട്ടം വെച്ച് നട്ടിരിക്കുന്ന അത്തിയുണ്ട്. അത് ദൈവസഭയുള്ള വെള്ളത്തിലാണ്. ഇവനെ അറിയത്തില്ലെങ്കിലും ഇവനെ ചുറ്റി നിൽക്കുന്നത് ആരാണ്? ദൈവസഭയാണ്. അവർക്ക് അറിയത്തില്ല. ഇന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവൻ നിലനിൽക്കുന്നത് അവന്റെ പ്രാർത്ഥന കൊണ്ടല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ്. നമ്മൾ സങ്കീർത്തനം വായിച്ചു, ഇസ്രായേലിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ദൈവം എഴുതിയപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമോ? അതിനുവേണ്ടി ഇങ്ങനെ എതിർക്രിസ്തുവിന്റെ ഭരണത്തിൽ രക്തസാക്ഷിത്വം വരിക്കുന്ന രണ്ടു കൂട്ടരുണ്ട്. തെളിവായിട്ട് വെളിപ്പാട് 6-ാം അധ്യായം വായിച്ചാൽ മതി. ഇവിടേക്ക് വന്നു ചേരാനുള്ള സഹോദരന്മാരുടെയും സഹഭക്തന്മാരുടെയും എണ്ണം തികയോളം അല്പകാലം അവിടെ സ്വസ്ഥമാക്കിയിരിക്കണമെന്ന് അവർക്ക് എന്ത് ചെയ്തു? അള്ളപ്പാടുണ്ടായി. പറഞ്ഞാൽ ആരൊക്കെ എത്തിച്ചേരാവുന്നത്? സഹോദര പദവിയിലുള്ളവരുമുണ്ട്, സഹഭക്തന്മാരുടെ പദവിയിലുമുണ്ട്. ഞാൻ ഇനി വേഗത്തിൽ പുറകോട്ടൊന്ന് പോകാം. എന്താണ് ഭൃത്യന്മാർ, എന്താണ് സഹഭൃത്യന്മാർ? ഇതെല്ലാം വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? എന്നാണ് പഴയ നിയമത്തിനെ കുറിച്ച് പറയുമ്പോൾ അവര് ഭൃത്യന്മാരെ കുറിച്ച് പറഞ്ഞു. ഭൃത്യന്മാർ ദൈവത്തിന്റെ ദാസന്മാരാണ്, ഭൃത്യന്മാരാണ്. അവർക്ക് ലഭിക്കുന്നത് നക്ഷത്രദേശാണ്. അവരുടെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമുണ്ട്. അവരിപ്പോൾ വിശ്രമിക്കുന്നത് പരദേശിയുടെ 1-ാം സ്വർഗത്തിലാണ് വിശ്രമിക്കുന്നത്.
നമ്മളെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ഒന്നാം സ്വർഗത്തിൽ നമുക്കാർക്കും പോകാൻ പറ്റത്തില്ല. അവിടെ ചെല്ലാൻ പറ്റുന്നത് ഈ പറയുന്ന ദാസന്മാരുടെ നിലവാരത്തിൽ അബ്രഹാം ഉൾപ്പെടെയുള്ളവർക്ക് കഴിയും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സഹോദര പദവിയിലുള്ളവരുണ്ട്. അപ്പോൾ നിത്യ യോഗ്യതയായിട്ടുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കുന്നവർ ഈ ഭൂമിയിലെ ജാതികളുടെ ബന്ധത്തിൽ നിത്യതയിൽ കാണപ്പെടുമ്പോൾ സഹോദര പദവിയിൽ ഉള്ളവരെയുണ്ട്. അവര് കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ ആരായിരിക്കും, അവരുടെ പേര് എവിടെയിരിക്കും, അവരുടെ പേര് ജീവവസ്ത്രത്തിൽ നിന്ന് അവിടെ മരിക്കുമ്പോൾ അവരുടെ പേരുകൾ എഴുതപ്പെടുന്നവർ പുതിയ നിയമത്തിന്റെ ശേഷന്മാരുടെ പേരുകൾ എഴുതപ്പെടും. അവരുടെ പേര് എഴുതപ്പെട്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ പറയുന്ന ആ പേരുകൾ രേഖപ്പെടുത്തി ദൈവസഭയുടെ സ്ഥാപനം മുതൽ 2 സാക്ഷിയുടെ പുനരുത്ഥാനം വരെയാണ് സംഭവിക്കുന്നത്. ഞാൻ കൂടുതൽ പറഞ്ഞ കൺഫ്യൂഷൻ പോലില്ല. 8ാമത്തെ പേര് എന്ന് പറഞ്ഞാൽ ലെവിക്കൂസിന്റെ സമയത്ത് രക്തസാക്ഷിത്വം വരിക്കുന്ന 144,000 പേരെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ഈ 8 പുസ്തകങ്ങളാണ് സ്വർഗീയ തേജസ് സ്ഥാപിക്കുന്നതിനുള്ള ബന്ധത്തിൽ വിശുദ്ധന്മാരുടെ ബന്ധത്തിൽ വേഗത്തിൽ പറയാം. 1 ജീവവസ്തുവിൽ പേരുള്ളവർ, 2 പഴയ നിയമത്തിൽ ശ്രേഷ്ഠന്മാരുടെ പദവിയിലുള്ളവർ, 3 ആദിജാതന്മാരുടെ സഭയോട് ബന്ധത്തിലുള്ളവർ, 4 പുതിയ നിയമത്തിന്റെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള നിലവാരത്തിലുള്ളവർ, 5 പുതിയ നമുക്ക് നിത്യതയുള്ള ബന്ധത്തില് പഴയ നിയമത്തിന്റെ ശ്രേഷ്ഠന്മാര്, ആദിജാതന്മാരുടെ സഭ, പിന്നീടുള്ളത് ശ്രേഷ്ഠന്മാരായുടെ പുതിയ നിയമത്തിലെ ശ്രേഷ്ഠന്മാർ, ആറാമത് കാണുന്നത് യേശുക്രിസ്തുവിന്റെ ഭരണത്തിൽ രക്തസാക്ഷിത്വം വരിക്കുന്നവര്, 7ാമത് കാണുന്നത് യേശുക്രിസ്തുവിന്റെ സമയത്ത് രക്തസാക്ഷിത്വം വരിക്കുന്നവരാണെന്നാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ എണ്ണിയത് തെറ്റിപ്പോയോ, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയോ എന്നുള്ളത് വേഗത്തിൽ നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 8 കാര്യങ്ങളാണ്. 8 പേരുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 8 എന്നുള്ളത് മാറാൻ പറ്റത്തില്ലല്ലോ, അത് തന്നെയായിരിക്കും. 1 പുസ്തകങ്ങളോട് ബന്ധത്തിലാണ്. നമ്മൾ മനുഷ്യരുടെ ബന്ധത്തിൽ 7, ദൂതന്മാരുടെ ബന്ധത്തിലാണ് 8 വരുന്നത്. ഞാനങ്ങനെ പറഞ്ഞു പോയിട്ട് പിന്നെ അത് അങ്ങനെയല്ല ഏർപ്പെടുപ്പിക്കാൻ പറ്റില്ല. ലോകസ്ഥാപന ദൂതന്മാരുടെ ബന്ധത്തിൽ 1, മനുഷ്യരുടെ ബന്ധത്തിൽ 7. ദൂതന്മാരുടെ ബന്ധത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് ലോകസ്ഥാപനം മുതലുള്ള കാര്യത്തോട് ബന്ധത്തിലാണ് നമ്മൾ ഈ പറയുന്ന ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ ശ്രേഷ്ഠന്മാരുടെ പേര് എഴുതിയിരിക്കുന്നത്, ആദിജാതന്മാർ സഭയുടെ പേര്, രക്തസാക്ഷികളിൽ പുതിയ നിയമത്തിൻ്റെത്, രക്തസാക്ഷികളിൽ പഴയ നിയമത്തിൽ ഉള്ളവരെ കുറിച്ച് നമ്മൾ പഠിച്ചത്. ഇങ്ങനെ 7 കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പറയാം, ലോകസ്ഥാപനത്തിൽ എഴുതപ്പെട്ടവര്, ലോകാരം മുതൽ ഒടുക്കത്തെ നാൾ വരെയുള്ളവര്, പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാർ, അപ്പൊ ജീവപുസ്തകം, പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാർ, ആദിജാതന്മാരുടെ സഭ, പുതിയ നിയമത്തിന്റെ സഹോദര പദവിയിലുള്ളവർ, രക്തസാക്ഷിത്വം വരിക്കുന്നവർ. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സഹഭൃത്യന്മാരുടെ ബന്ധത്തിൽ 1 ലോകസ്ഥാപനത്തിന് മുമ്പുള്ളവരുണ്ടല്ലോ. 2 ലോകസ്ഥാപനത്തിൽ എഴുതപ്പെട്ടത്, അത് നിലകൾ പറയുമ്പോൾ പുസ്തകങ്ങളുടെ ബന്ധത്തിലുണ്ട്. ഇത് പുസ്തകങ്ങൾ പറയുമ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പുള്ളത്, ലോകസ്ഥാപനത്തിന് ശേഷമുള്ളത്, ലോകാരംഭത്തിലുള്ളത്, അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരുടെ ബന്ധത്തിലുള്ളത്, ആദിജാതന്മാർ സഭയുടെ ബന്ധത്തിലുള്ളത്, പുതിയ നിയമത്തിന്റെ ശ്രേഷ്ഠന്മാരുടെ ബന്ധത്തിലുള്ള സഹോദര പദവിയിലുള്ളവര്, പുതിയ നിയമത്തിന്റെ പഴയ നിയമത്തിൽ സഹായിക്കുന്ന സഹഭൃത്യന്മാരുടെ ബന്ധത്തിലുള്ള. പഴയ നിയമത്തിലുള്ളവര് 2 കൂട്ടരുണ്ട്. അവര് ദാസന്മാരുടെ ബന്ധത്തിലുമുണ്ട്, സഹഭൃത്യന്മാരുടെ ബന്ധത്തിലുമുണ്ട്. ഇത്ര ക്ലിയർ ആയിട്ട് ബൈബിൾ എഴുതിയിരിക്കുന്ന അറിയാവും. അപ്പോൾ ഭൃത്യന്മാരാണ് അബ്രഹാം ഉൾപ്പെടെയുള്ളവർ. സഹഭൃത്യന്മാരാണ് ആര്? ഇസ്രായേലിന്റെ 144. തേജസ്സോടെ വേഗത്തിൽ പറയാം. ലഭിക്കാൻ പോകുന്ന തേജസ്, നമുക്ക് ഏത് തേജസ്സാണ് വേണ്ടുന്നുള്ളത് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എപ്പോഴും പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞാൻ യോഗ്യരാക്കണം. കേൾക്കണ്ടെങ്കിൽ കേൾക്കണം, ഞാൻ പറഞ്ഞു പോയേക്കാം. 1, തേജസ് ഇല്ലാത്തതായിട്ട് ഒരു പാവം ചെയ്ത് നമ്മളെല്ലാം തേജസ് ഇല്ലാത്തതായിട്ട്. യേശുക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയായി നമുക്ക് ലഭിക്കുന്നത് മരണത്തിൽ എത്തിയും
ആ നിലവാരത്തിലാണ് പോകണമെങ്കിൽ ഭൗമിക തേജസ് പ്രാപിക്കും. നാം സഭയിൽ വന്ന് വളർച്ച പ്രാപിച്ച് ദൈവവിലേക്ക് നീങ്ങുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ സ്ഥലത്തിന്റെ അവകാശം ലഭിക്കും. ആ നിലവാരത്തിലാണ് മാറുന്നെങ്കിൽ നമുക്ക് ലഭിക്കുന്ന തേജസ് ചന്ദ്ര തേജസ്സായിരിക്കും. നാം അതിവിശുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്ന നിലവാരത്തിലാണ് ഭൂമിയിൽ മാറ്റപ്പെടുന്നെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് സൂര്യ തേജസ്സായിരിക്കും. അപ്പോൾ സ്വർഗീയ തേജസ് പ്രാപിക്കുന്നവരിൽ ചന്ദ്ര തേജസ്സും സൂര്യ തേജസ്സും പ്രാപിക്കുവാണ് ഭാഗ്യമുണ്ട്. അതല്ല നാം ഒരു ജസ്റ്റ് ക്രിസ്ത്യ ജീവിതത്തിന്റെ ആരംഭമിട്ട് അതേ നിലവാരത്തിലാണ് പോകുന്നെങ്കിൽ ഭൗമിക തേജസ് മാത്രമേ സ്ഥാപിക്കും. ബാക്കി രണ്ട് തേജസ്സിനെ കുറിച്ച് പറയുന്നത് നക്ഷത്രങ്ങളുടെ തേജസ്സും നക്ഷത്രങ്ങൾ തമ്മിലുള്ള തേജസ്സും ഉണ്ടല്ലോ. അപ്പോൾ പഴയ നിയമത്തിന്റെ ഭൃത്യന്മാരായിട്ടുള്ളവർക്ക് ലഭിക്കുന്നത് നക്ഷത്ര തേജസ്സാണ്. നക്ഷത്രത്തിൽ വ്യത്യാസമുള്ള തേജസ്സാണ് ഭഗവത്യന്മാർക്കുള്ളത്. ഇതിനേക്കാൾ കൂടുതലൊന്ന് വ്യാഖ്യാനിക്കാൻ എന്നെക്കൊണ്ട് പറ്റും. ഭൃത്യന്മാരാണെന്ന് പറഞ്ഞു, ഭഗവത്യന്മാരെന്ന് പറഞ്ഞു. ഒന്ന് കരുതി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നക്ഷത്ര തേജസ് എന്ന് പറഞ്ഞു. നിങ്ങൾ വലിയൊരു സ്കോളറായിട്ട് പ്രസംഗങ്ങളെ വിളിച്ചിരുന്നുണ്ടല്ലോ, എല്ലാവരും കൂടെ തുള്ളിയായി. പൈസ മുടക്കില്ലാത്തതുകൊണ്ട് ആരും അതിനെ അംഗീകരിക്കാതെ പൈസ കൊടുത്ത ഒരാളെ വിളിക്കുക. അന്നേരം തുടങ്ങുമ്പോൾ മുട്ടുമെന്ന് പ്രാർത്ഥന ദൈവമേ ഉപയോഗിക്കണമേ. കണ്ണൂർ നടത്തുന്നില്ലേ? പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. പ്രാർത്ഥിക്കുന്നത് ഞാൻ പറഞ്ഞു. ശക്തമായ രീതിയിൽ വെളിപ്പെടുത്തിയിരിക്കുക. ഒരു സംശയം വേണ്ടില്ല. എല്ലാവരും പഠിപ്പിക്കട്ടെ. എന്താ നക്ഷത്ര തേജസ്? നക്ഷത്ര വ്യത്യസ്തമുള്ള തേജസ് എന്താണ് പഠിപ്പിക്കട്ടെ. ഒരു ഇതിനെ എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? സൂര്യതേജസ് ഉണ്ടോ? ചന്ദ്രതേജസ് ഉണ്ടോ? നക്ഷത്ര തേജസ് ഉണ്ടോ? നക്ഷത്ര വ്യത്യസ്തമായ തേജസ് ഉണ്ടോ? ഉണ്ട്. സ്വർഗീയ തേജസ് ഉണ്ടോ? ഭൗമിക തേജസ് ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ട് ഉള്ളത് മാത്രമേ പഠിപ്പിക്കൂ. ഈ ഉള്ളത് പഠിപ്പിക്കുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. ഉള്ളത് പഠിപ്പിക്കുമ്പോ ഉള്ളത് പറയുമ്പോ എല്ലാവർക്കും എന്ത് ചെയ്തില്ല, ഇഷ്ടപ്പെടത്തില്ല. ഇല്ലാത്തെല്ലാം പഠിച്ചിട്ട് പറയാനുണ്ടല്ലോ, വളരെ സന്തോഷമായിരിക്കും, ഹാപ്പി ആയിരിക്കും, കൈയടിച്ചിട്ട് പോയില്ല. ഇത് കൈയടിക്കാൻ വേണ്ട, കാലിൽ ഒഴിച്ചാലും കുഴപ്പമില്ല, പ്രശ്നമൊന്നും. ഒരു കിക്കൗട്ട് ചെയ്ത് പോയാൽ ഞാനങ്ങ് പോകും. എന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അനുഭവമുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, കുഴപ്പമൊന്നും പേടിയൊന്നുമില്ല. പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അവസാനം പ്രാർത്ഥിക്കാൻ പോലും അവസരം ഇറക്കി വിട്ടിട്ടുണ്ട്. അതിലും പേടിയൊന്നുമില്ല, സത്യം വിളിച്ചു പറയും. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തേജസ് പ്രാപിക്കണം. നാം ഏത് തേജസ് പ്രാപിക്കേണ്ടത്? ഏത് തേജസ് പ്രാപിക്കേണ്ടത്? ഏത് തേജസ് പ്രാപിക്കേണ്ടത്? സൂര്യ തേജസ് പ്രാപിക്കണം. നിർമ്മല കന്യകയായി മാറണം. അതെ, നിർമ്മല കന്യകയായി കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അതനുസരിച്ച് നാം അതുപോലെ ആയിത്തീരാൻ കർത്താവിൽ ആഗ്രഹിക്കുക. ഇത് മനസ്സിലായെങ്കിൽ, ഇവിടെ വന്നതിന്റെ ഉദ്ദേശം മനസ്സിലായി. അപ്പോൾ തേജസ്സിനെ കുറിച്ച് ഏകദേശം മനസ്സിലായി. ദൈവം എഴുതുന്ന പുസ്തകങ്ങളെ കുറിച്ചുള്ള ഏകദേശ ധാരണ മനസ്സിലായിട്ടുണ്ട്. 8 പുസ്തകങ്ങളെ കുറിച്ച് കിട്ടിയോ? ഇവിടെ വന്നപ്പോൾ വിചാരിച്ചതിനകത്ത് ഒന്നും കാരണം പറ്റി പുള്ളി ഒന്നും പഠിപ്പിക്കാനുള്ള വിചാരിച്ചത്. എന്തെങ്ങനെ വിചാരിച്ചിട്ടുണ്ട്? അതൊക്കെ എന്ത് പറയാനാണ് വിചാരിച്ചത്. ഞാൻ ഈ പുസ്തകം എഴുതുമ്പോൾ അങ്ങനെ വിചാരിച്ചതായിരുന്നു. ഇവിടെ ഒരു 8 കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയെങ്കിൽ ബാക്കിയുള്ളത് ഞാൻ വേഗത്തിൽ പറഞ്ഞു തീർക്കാം. അത് മണ്ണിലെഴുതുന്നവരെ കുറിച്ചാണ് നമ്മുടെ വിഷയമല്ല. പക്ഷെ എങ്കിലും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അതേക്കുറിച്ച് കൂടെ പഠിപ്പിക്കണമല്ലോ. അത് വേഗത്തിൽ ഞാൻ അത് നമ്മളെ ബാധിക്കുന്നതല്ല. ആണോ? നമ്മളെന്താ പഠിക്കേണ്ടത്? തേജസ്സിനെ കുറിച്ചും അതിശേഷമായ തേജസ്സിനെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്നാൽ മണ്ണിലെഴുതുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട ആര് പഠിച്ചോളും? അവന്റെ കൂട്ടർ പഠിച്ചോളും. പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ എങ്ങോട്ടാ വിടുന്നത്? ഇപ്പൊ നിയമം പഠിക്കുന്നത് നമ്മുടെ മകൻ കൂടിയാണ്. ഞാൻ ഇവനെ കാണുമ്പോൾ എപ്പോഴും കാണുന്നത് നാളെ ഒരു ജഡ്ജിയായിട്ട് കാണുമെന്ന് വിചാരിക്കും. നമുക്ക് അങ്ങനെയൊക്കെ വേണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉന്നതമായ സ്ഥാനത്തെത്തണം. അവർ പഠിച്ച് ഉന്നതമായ സ്ഥാനത്തെത്താൻ പ്രാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇത് അവർക്കെല്ലാം നിയമം പഠിക്കുക. അവർ പഠിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാതിരിക്കുമോ? എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാതിരിക്കുമ്പോൾ എല്ലാവരും പഠിക്കും. നിയമം പഠിക്കണ്ടേ? നിയമം പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണ്ടേ? എല്ലാം പഠിക്കണം. നല്ലതിനെ കുറിച്ച് പഠിക്കണം, ക്രിമിനൽസിനെ കുറിച്ചും പഠിക്കണം. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നല്ല മാത്രം പഠിച്ചു വെക്കുകയല്ല, നമുക്ക് ദൈവം എല്ലാം എന്തെയ്യുന്നുണ്ട്? വെളിപ്പെടുത്താറുണ്ട്. ആ വെളിപ്പെടുത്തിയിരിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് നമുക്ക് തന്നിരിക്കുന്നതാണ് മണ്ണിലെഴുതി വെക്കുന്നവരെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ നിർത്താൻ പോവുകയാണ്. കൊണ്ട് തീർത്താൻ പോവുകയാണ്. മണ്ണിലെഴുതപ്പെട്ടതില്ലേ ആദ്യം എഴുതി തുടങ്ങിയത്
ആരുടെയാണെന്ന് എഴുതാമോ? പറയാം. ന്യൂസിൻ്റെതാണെന്നല്ല അറിയാം. എന്നാൽ അന്ന് എഴുതപ്പെട്ട് തുടങ്ങിയ ഒരു പുസ്തകമുണ്ട്. ഏതാണെന്നറിയാമോ? ഏതാണ്? അന്ന് എഴുതപ്പെട്ട് തുടങ്ങിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഏതാണ്? ആ പുസ്തകം ഏതാണ്? മണ്ണിൽ എഴുതപ്പെടുന്നതിൽ ആദ്യമായി എഴുതപ്പെട്ട പുസ്തകം എന്താണ്? മണ്ണിൽ എഴുതപ്പെട്ടു തുടങ്ങി. ലൂസിഫറിന്റെ പേര് എഴുതി തുടങ്ങി. ആദ്യമായി രേഖപ്പെടുത്തിയത് ഇന്ന് പരസ്യം ദൈവാത്മാവിനെ വിളിച്ചു മറന്നുപോകരുത്. മണ്ണിൽ എഴുതപ്പെടുന്നവരിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരുടെ പേരിൽ ആദ്യമായി രേഖപ്പെടുത്തിയ പുസ്തകം അഗ്നിനരകത്തിലേക്ക് തള്ളപ്പെടുന്നവരുടെ പുസ്തകം. അഗ്നിനരകത്തിലേക്ക് തള്ളപ്പെടുന്നവരുടെ പുസ്തകമാണ് ആദ്യം എഴുതിയത്. അതിന്റെ ഗ്രേഡ് അനുസരിച്ച് താഴ്ന്നു വരിക. എന്നാൽ സ്വർഗത്തിൽ പേരിലിരിക്കുന്നത് ആരോപണക്രമത്തിലാണ്. 30, 60, 100 എന്ന ആരോപണക്രമത്തിലാണെങ്കിൽ ഈ മണ്ണിൽ എഴുതിയിരിക്കുന്നതിന്റെ പേരെഴുതി തുടങ്ങിയിരിക്കുന്നത് അവരോപണക്രമത്തിലാണ്. ശ്രദ്ധിക്കണമേ. അപ്പോൾ സ്വർഗീയതയെ പ്രാപിക്കുന്നവരുടെ സ്വർഗത്തിൽ പേരെഴുതിക്കുന്നത് ആരോപണക്രമത്തിൽ എഴുതി. എന്നാൽ മണ്ണിൽ എഴുതപ്പെടുന്ന നിത്യമായി ദൈവത്തിന് അകന്നു പോകുന്ന മരണത്തിന്റെ പേരെഴുതിയപ്പോൾ അത് അവലോകനക്രമത്തിൽ എഴുതി. ആദ്യം എഴുതുന്നത് അഗ്നിനരകത്തിലേക്ക് തള്ളപ്പെടുന്നവരുടെ പേരെന്ത് ചെയ്തു? എഴുതുന്ന പുസ്തകം അവിടെ ആരംഭിച്ചു. ഒന്നും ദൈവം നോക്കിയില്ല. അവരുടെ ജീവിതത്തിൽ വീക്ഷിക്കേണ്ട, നോക്കണ്ട. മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ശരീരത്തിരിക്കുന്നത് ചെയ്യുന്നത് നല്ലതാണോ തീയതാണോ നോക്കിയിട്ടാണ് ദൈവം ഗ്രേഡ് തിരിക്കുന്നെങ്കിൽ സാത്താനെ സംബന്ധിച്ച് അവന്റെ പുസ്തകം അവനെ കുറിച്ച് എഴുതിയപ്പോൾ അവനെ പറ്റി ഒന്നും പഠിക്കാനില്ല. ലോകസ്ഥാപനത്തിൽ നിന്ന് ആദ്യം എഴുതി തുടങ്ങിയ പുസ്തകം അഗ്നിനരകത്തിലേക്ക് തള്ളപ്പെടുന്നവരുടെ പേരുകളാണ് ആദ്യം എഴുതിയത്. ദൈവത്തെ വിട്ടു പോകുന്നതിൽ മണ്ണിൽ എഴുതപ്പെടുന്നവരുടെ പേരിൽ ആദ്യം എഴുതിയ പുസ്തകം എന്ന് ചോദിച്ചാൽ അത് ആദ്യം വേണം. അഗ്നിനരകത്തിലേക്ക് തള്ളപ്പെടുന്നു പറഞ്ഞാൽ സാത്താൻ മാനസാന്തരമില്ല, മടങ്ങി വരവില്ല. ദൈവം അവനെ എഴുതി വെച്ചു. എഴുതി വെച്ചത് ഇവൻ അഗ്നിനരകത്തിലേക്ക് തള്ളപ്പെടാനുള്ളതാണ്. ഒരു സാഹചര്യത്തിലും അവൻ മടങ്ങി വരവില്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചോ ആദ്യം പാപം ചെയ്തപ്പോൾ പേര് വായിക്കുകയാണെങ്കിൽ മുതൽ നിത്യതയുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്ന് അവരെ ഭൗതിക തേജസ്സുള്ള ബന്ധത്തിൽ കൊണ്ടുവന്നു. അവരെ സൂര്യ തേജസ്സുള്ള ബന്ധത്തിൽ, സൂര്യ, ചന്ദ്ര, നക്ഷത്ര തേജസ്സുള്ള ബന്ധത്തിൽ, നക്ഷത്ര വ്യത്യസ്തമുള്ള തേജസ്സുള്ള ബന്ധത്തിൽ സകല മനുഷ്യരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പുസ്തകം രചിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അന്ന് ലോകസ്ഥാപനത്തിൽ മനുഷ്യ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവപ്പെട്ട പുസ്തകത്തിന്റെ പേരാണ് നിത്യ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നവരുടെ നേരിട്ട് തള്ളപ്പെടുന്നവരുടെ പേര്. അതുകൊണ്ടാണ് ഗോഗുമാക്കും യുദ്ധം കഴിയുമ്പോൾ ഇവരെ എന്ത് ചെയ്യുന്നത്? നേരെ പിടിച്ച് എങ്ങോട്ടായിരുന്നത്? അഗ്നിനരകത്തിലേക്ക് തള്ളിക്കളയുമ്പോൾ മണ്ണിൽ വിളപ്പെട്ടു പോകുന്നവരിൽ ആദ്യം എഴുതിയ പേര് അത് സാക്ഷാന്റെ പേരാണ്. എന്നേക്കും മരണമാറ്റുന്ന നിത്യമരണമായവരുടെ പേരാണ്. അവന് അതിൽ മാറ്റമില്ല. ദൈവം നിത്യനാണെന്ന് പറയുന്ന പോലെ ദൈവത്തിന് മാറ്റമില്ല. മാറ്റമില്ലാതെ ഈ പിശാചിനും എന്തില്ല, ഇന്നതാണ് അവനും എന്തില്ല മാറ്റം. പക്ഷെ അവന്റെ സ്ഥിതി മാറും. എങ്ങനെ മാറുന്നറിയാമോ? ഇപ്പോഴവനിവിടെ നടക്കുക, പക്ഷേ എന്നേക്കുമായി നിത്യ നരകാട്ടിലേക്ക് തള്ളിക്കളയുമ്പോൾ അവന്റെ സ്ഥിതിയും എന്റെയും പരിതാപകരമായി മാറും. ഏറ്റവും അധികമായി കഷ്ടം സഹിക്കാൻ പോകുന്നത്, വേദന അനുഭവിക്കാൻ പോകുന്നത് അവൻ അറിയാം മടങ്ങി വരവില്ലെന്ന്. എന്നാൽ ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കറിയാം നമുക്ക് മടങ്ങി വരുവാൻ സാധിക്കും. കരവള ദൈവത്തിൽ സ്തോത്രം ചെയ്താണ്. നമുക്ക് മടങ്ങി വരുവാൻ കഴിയും. നമുക്ക് മാറ്റം സംഭവിക്കാൻ കഴിയും. നമുക്ക് ഏറ്റവും ഉന്നതമായി നിലപാടെടുക്കാൻ സാധിക്കും. നമുക്ക് മുകളിലേക്ക് പോകാൻ കഴിയും, താഴേക്ക് വരയ്ക്ക് പോകാൻ കഴിയും. അതിനുള്ള സ്വാതന്ത്ര്യം ദൈവം തന്നിരിക്കും. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സ്വതന്ത്രനായി സൃഷ്ടിച്ചത്, ഇച്ഛാശക്തിയോടെ സൃഷ്ടിച്ചത്. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. നരകത്തിൽ പോകണമോ, സ്വർഗീയ പരദേശയിൽ പോകണമോ, 3-ാം സത്യത്തിൽ പോകണോ, 2-ാം സത്യത്തിൽ പോകണോ, പൗർണദേവസ് പ്രാപിക്കണമോ, അതോ പേര് വായിക്കപ്പെട്ടവരായി നിത്യ നരകാത്തിലേക്ക് പോകണമോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. അതിനെയാണ് മനുഷ്യനെ ദൈവം സ്വാതന്ത്ര്യത്തോടെ സൃഷ്ടിച്ചു. എന്നാൽ സാത്താന് അവന്റെ ദൈവന്മാർക്കും ദൈവബന്ധമില്ല, അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. മനുഷ്യ സ്വാതന്ത്ര്യമുണ്ട്. എന്തിനാ? മടങ്ങി വരാൻ
സ്വാതന്ത്ര്യമുണ്ട്. മടങ്ങി വരുന്ന ദിവസമായിരുന്നു പകൽ സമയം. ഈ പ്രാർത്ഥന, ഈ ആരാധന, ഈ സെഷൻ അവസാനിക്കുമ്പോൾ ഒരു മടങ്ങി വരവിന്റെ കാതളൂടെ ഊതുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കാതളം ഊതുക. നിന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് അത് മാറ്റപ്പെടുമ്പോൾ എഴുതപ്പെടേണ്ട ഒരു പുസ്തകമുണ്ട്. അത് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ സമയം ചില ജീവനുകളെ തൊടാൻ ആഗ്രഹിക്കുക. ദൈവ പേര് മാറ്റിയെഴുതുവാൻ ആഗ്രഹിക്കുക. ഇവിടെ വിട്ടു പോകുമ്പോൾ ഏത് നിലയിൽ കൊടുക്കണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. നമുക്ക് മാറ്റം ആവശ്യമാണ്. അന്ത്യനിമിഷം വരെ, അവസാന ശ്വാസം വരെ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് വരുന്നവരെ എനിക്കൊരു മാറ്റമാണ്. ഞാൻ തികഞ്ഞിട്ടില്ല, തികയാമോ എന്ന് വെച്ചുകൊണ്ട് മുമ്പിലുള്ള വിളിയുടെ അഥവാ നാട്ടിലേക്ക് ഞാൻ ഓടുകയാണ്. ഞാൻ തികഞ്ഞു എന്ന് പറയുന്നില്ല. എനിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ആ പരമവിളിയുടെ നാട്ടിലേക്ക് ഞാൻ ഓർക്കുകയാണ്. ക്രിസ്തുയേശുവിന്റെ പരമവിളിയുടെ നാട്ടിലേക്ക് ഓടുവാൻ വിളിക്കപ്പെട്ട ദൈവമക്കൾ ഇന്ന് രഹസ്യ കരഘോഷത്തോടെ മാറ്റുമളവോടെ സ്വീകരിക്കാൻ വേണ്ടി കരഘോഷം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവം നമ്മളെ പ്രസാദിക്കണം. ദൈവത്തിന് പരിശുദ്ധമായി പ്രസാദിക്കണം. ഇത് രഹസ്യ ദൈവം നാം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവങ്ങൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആദ്യം അനങ്ങാതിരിക്കരുത്, ആദ്യം കളിക്കാതിരിക്കരുത്. ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ തരുന്ന അന്യവാക്ക പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞ് ഇതിന്റെ പേര് മാറ്റിയെഴുതാൻ പോവുക. ഇതിന്റെ സ്ത്രീകൾക്ക് മാറ്റം വരുത്താൻ പോവുക. ഇത് നിലവിലെ മാറ്റാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുക. അതാണ് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്നേഹത്തിനാണ് അവരുടെ കരുതലായ സ്നേഹത്തെയും പരിശുദ്ധ ജീവിതത്തെ പഠനമേ പഠനമേ അനന്തരങ്ങളെ മൃഗങ്ങളെ ഒഴിച്ചു കളയണമേ. എല്ലാ മൃഗങ്ങളെ ഒഴിച്ചു കളയണമേ. രഹസ്യവും ആന്റെ പകർച്ചയുണ്ടാകണമേ. ദൈവങ്ങളെ ശക്തിയാഗ്രഹിക്കണമേ. അത്യന്തമായ ജ്ഞാനത്തിന്റെ വരുമാനത്തിന്റെ ശക്തി ഞങ്ങളെ യാതൊരുക്കണമേ. സാത്താന് ദൈവത്തിലെ മാറ്റമില്ലാത്തതാണ്. അതുകൊണ്ട് അവന്റെ പേര് അന്ന് എഴുതിയിട്ടു. അഗ്നിനരകത്തിലേക്ക് ഈ തള്ളപ്പെടുന്നതിൽ എഴുതപ്പെട്ട പുസ്തകമാണ് മണ്ണിലേക്ക് എഴുതപ്പെടുന്ന ആദ്യത്തെ പുസ്തകമായിരുന്നു. പിന്നെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഡിസെൻഡിങ് ഓർഡറാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മൾ വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ബാക്കി രണ്ടു കൂട്ടരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. 21-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വായിക്കുമ്പോൾ വായിച്ചാണ്. പുസ്തകങ്ങൾ തുറന്നു. ഇല്ല, 20-ാം അധ്യായം അതിന്റെ 10 വാക്യം. 20-ാം അധ്യായം 10. അയ്യോ, 20-ാം അധ്യായം ഞാൻ തന്നെ വായിച്ചോളാം. സോറി ഞാൻ വായിച്ചോളാം. ഞാൻ വലിയൊരു സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നത് കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആഭാരവൃന്ദം സിംഹാസനത്തിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന ഒറ്റവണ്ണം മരിച്ചവർക്ക് അവിടെ പ്രവർത്തിയിൽ കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നെയുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു. ഞാനിത് വായിച്ചപ്പോൾ എനിക്കൊരു സംശയം തോന്നി. മറ്റൊന്നുമല്ല, ഓർമ്മ വെച്ച് നോക്കുമ്പോൾ എഴുതേണ്ടത് എങ്ങനെ എഴുതണമെന്ന് അറിയാവും. സമുദ്രം തങ്ങളുടെ ഏൽപ്പിച്ചു കൊടുത്തു, പാതാളവും മരണവും തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം എന്നാണ്. കഴിഞ്ഞ സമുദ്രം കഴിഞ്ഞാൽ പിന്നെ മീതെയുള്ള പാതാളമുണ്ട്, അധമ പാതാളമുണ്ട്, നരകമുണ്ട്. അഗ്നി നരകം വേറൊരു സൃഷ്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൽ ഓർമ്മ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാൻ എനിക്ക് വലിയ സംശയമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തി ഓർമ്മത്തിന്റെ പിന്നെ എപ്പോഴായിരിക്കും മനസ്സിൽ ഇന്ന് രാവിലെ ഈ കാര്യം മനസ്സിലായത്. ഇത് ഈ ദുഷ്ടനെ ജയിക്കുന്നത് താഴേക്കായി ഡിസെൻഡിങ് ഓർഡറില്ല. നമ്മൾ പഠിച്ചതും എങ്ങനെയാണ് പിടിക്കുന്നത്? പാതാളം വരെ കഴിഞ്ഞിട്ടില്ലേ നരകം വരുന്നത്. കർത്താവ് പറഞ്ഞു ആദ്യം എഴുതി. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ മണ്ണിലെഴുതി എന്നേ പറഞ്ഞുള്ളൂ. ഇന്ന് രാവിലെയാണ് എനിക്ക് ഈ ദൈവം പ്രകാശിപ്പിച്ചു തന്നത്. ദൈവാത്മാവ് പറഞ്ഞത് ഇങ്ങനെ ഇപ്രകാരം പറഞ്ഞു: ആദ്യം പഠിപ്പിക്കേണ്ടത് അഗ്നിനരകത്തിലേക്ക് തള്ളപ്പെടുന്ന സാത്താൻ അവൻ എന്നേക്കും അവിടേക്ക് പോകേണ്ടവനാണ്. അവന്റെ പേരെഴുത്തിട്ട് അതുപോലെ അതിലേക്ക് എഴുതപ്പെടുന്ന 2 വ്യക്തികൾ കൂടിയുണ്ട്, കള്ളപ്രവാചകനും എതിർക്രിസ്തുവാനും. ഇവരെ അതുപോലെ ജീവനോടെ അഗ്നിനരകത്തിലേക്ക് പോകുന്നുണ്ട്. ശിവയുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നതാണ്, മാറ്റമില്ലാത്തതാണ്. അപ്പോൾ അത് മാറ്റമില്ലാത്തതാണ്. അഗ്നിനരകത്തിലേക്ക് പോകുന്നവരുടെ പേരുകൾ എവിടെ എഴുതപ്പെട്ടു? ഇവൻ ഉണ്ടായപ്പോൾ തന്നെ ദൈവന്റെ പേരിട്ടു നാശകനാണ്.
അതെന്താ? മാറ്റമില്ലാത്ത നാശത്തിലേക്ക് പോകുന്നവരാണെന്ന് ദൈവം അന്ന് എഴുതി വെച്ച പുസ്തകമാണ്, എഴുതി തുടങ്ങിയ പുസ്തകമാണ് അഗ്നിനരകത്തിലേക്ക് നേരിട്ട് പോകുന്നവരുടെ പേര് എഴുതുന്ന പുസ്തകം. അതിൽ ഒന്നാമത്തെ പേര് സാത്താൻ. പിന്നീട് ജീവനോടെ ആരെയും വിട്ടതില്ല. പിന്നീട് കഥ രണ്ടാമത്തെ പദവിയിലാണ് സംഭവിക്കുന്നത്. അന്ന് പോകുന്നവരിൽ എഴുതപ്പെടുന്ന പേരുകളാണ് എതിർ ക്രിസ്തുവും കള്ളപ്രവാചകൻ. അന്ന് പോകുന്നവരെ ദൈവനത്തെ ഏർപ്പെടുത്തും. എന്നാൽ നരകമേൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ് നരകമേൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പാപം ചെയ്ത ദൂതന്മാർ ഇരിക്കുന്നത് നരകത്തിലാകുന്നു എന്ന് വളരെ വ്യക്തമായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കും. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും ഒരാൾ ലോകത്തെ പാപം ചെയ്ത ദൂതന്മാരെ നരകത്തിലാക്കി ഇപ്പോൾ നരകത്തിലേക്ക് തള്ളപ്പെടുന്നവരുടെ പേരിൽ രേഖപ്പെടുത്തിയതിൽ ആദ്യം ഒരു കൂട്ടത്തിന്റെ പേര് എഴുതി. അവിടെ പേരാണ് 2 പത്രോസ് അതിന്റെ 1-ാം അധ്യായം വായിച്ചാൽ മതി. അവിടെ ഇരിക്കുന്നത് പാപം ചെയ്ത ദൂതന്മാരെ, അല്ലെ? പാപം ചെയ്ത ദൂതന്മാർ 2-4 ദൈവം ആദരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം മയങ്ക് ചെയ്തതല്ല, ദൈവം നമ്മളെ ആദരിച്ചതായി സ്തോത്രം ചെയ്യാം. സഹോദരനെ, എളിയവനെ ആദരിക്കുന്നത്. 2-4 അത് വായിക്കാൻ റബർസ് പറയാത്തത് വായിക്കാൻ വേണ്ടി, മൊത്തം വായിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ ആ പുസ്തകം വായിക്കട്ടെ. പണ്ടൊരു ബുദ്ധിമാനായി അപ്പം ചെയ്തത് പോലെയാണ്. അദ്ദേഹം മടിയന്മാരായ മക്കളായിരുന്നു. ഇദ്ദേഹം മരിക്കുന്നതായിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? മക്കളെ വിളിച്ച് 4 പേരെ എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു നിധി പറമ്പിൽ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പുള്ളി കണ്ണടക്കുകയും ചെയ്തു. ഇവര് കൊത്തുപണിയോ കളയോ ചെയ്യാത്ത ആൾക്കാര് മരിച്ചു കഴിയുമ്പോൾ 4 പേരോട് കൂടി എല്ലാവരും കൂടി എന്ത് ചെയ്തു? അപ്പനെഴുതിയിരിക്കുന്ന നിധിക്ക് വേണ്ടി കിളക്കാൻ വേണ്ടി കളച്ച് മുഴുവൻ കളച്ചിട്ട് നിധി കിട്ടിയില്ല. അവസാനം വിചാരിച്ചു അപ്പം ചെയ്ത് കൃഷിയൊക്കെ ചെയ്തേക്കാവുന്നത്. ബുദ്ധിയുള്ളവരൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. സംശയം ഉണ്ടാകണം, അത് പോയി വായിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ എല്ലാം പറഞ്ഞ് അത്രമാത്രമേ വായിക്കുള്ളൂ. എന്റെ മുകളിലും താഴെ വായിക്കാൻ വേണ്ടിയാ പറയാതെ പോകും. പിന്നെ എന്റെ കിട്ടാത്തതും കൂട്ടോ കേട്ടോ. നിങ്ങൾ വായിച്ചു പഠിക്കുന്ന മനസ്സിൽ പാവം ചെയ്ത ദൂതന്മാരുണ്ടല്ലോ. പാവം ചെയ്ത ദൂതന്മാരെ എവിടെയാ വെച്ചിരിക്കുന്നത്? എവിടെ വെച്ചിരിക്കുന്നത്? എവിടെ വെച്ച്? അന്ധവസ്ഥയിൽ എങ്ങനെയുണ്ട്? എന്താണ് സംഭവിച്ചത് അറിയാമോ? എന്നാണ് സംഭവിച്ചത്? അപ്പോൾ ഈ സംഭവം നടക്കുന്നത് പഴയ നിയമത്തിൽ നോഹയുടെ ജലപ്രളയത്തിന് മുമ്പുള്ള സമയമാണ്. പഴയ നിയമത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ദൈവപുത്രന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ സ്ത്രീകളെ എടുക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവര് ദൈവപുത്രന്മാരാണെന്ന് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ അത് ശേത്തിന്റെ തലമുറയിൽപ്പെട്ടവരെ കുറിച്ചല്ല പറഞ്ഞത്. കാരണം ലോകസ്ഥാപനത്തിന് അടിസ്ഥാനപ്പെടുന്നതിന് മുമ്പ് പ്രമാണ നക്ഷത്രങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ച് ആർക്കുകയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശേത്തിന്റെ മക്കളെന്നില്ലായിരുന്നു. കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അതാണ് ഈ ദൈവപുത്രന്മാർ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്. ഇവരെ വശീകരിച്ച് അന്നാണ്, അല്ലാതെ സാധാരണ പോയ വഴിക്ക് തെങ്ങേന്നൊരു തേങ്ങ ഇടുമ്പോൾ ആ കൊല അടക്കലിക്ക് പോരുകയല്ല ചെയ്തത്. അവൻ മാത്രമാണ് നിത്യനരകത്തിന്റെ ഇരയായി തീർന്നത്. എന്നാൽ പാവം അവൻ വശീകരിച്ച് മനുഷ്യ സദൃശരായി തീർന്നുള്ള ദൂതന്മാരെ വശീകരിച്ച് അവരെ ഇത് പാപം ചെയ്യിപ്പിച്ചു. അപ്പോൾ പാപം ചെയ്ത പാപത്തിന്റെ പ്രവൃത്തി വല്ലാതെ കൂടിക്കൊണ്ടിരുന്നപ്പോൾ അങ്ങനെ സ്വന്തം വാസസ്ഥലം വിട്ടുപോകാം ദൂതന്മാർ വാസസ്ഥലം ദൈവത്തിന് വാസസ്ഥലം കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നില്ല. അവര് ആകാശത്തിന്റെ സീമകൾ ലംഘിച്ചുകൊണ്ട് അവർ ഭൂമിയിലേക്ക് വരുവാനിടയാക്കുന്നു. അവർ അവിടുന്ന് പോന്നപ്പോൾ തന്നെ അവർ മനുഷ്യ സദസ്യരായിട്ട്. പിന്നെ അവിടെ ദൂതന്മാരല്ല. അവരുടെ ശരീരം മരിക്കത്തില്ല. ശരീരം എന്നേക്കുമുള്ളതാണ്. അവർക്ക് സംഭവിക്കുന്ന നിത്യമരണമാണ്. അങ്ങനെ ഉണ്ടായി ഒരു തലമുറയുണ്ടായി. ഈ പാപം ചെയ്ത എല്ലാ ദൂതന്മാരെയും ദൈവം ബന്ധിച്ചു കൂട്ടി എവിടെ ഇട്ടു? നരകത്തിലാക്കി. അതുകൊണ്ടാണ് ഓർഡർ ഇപ്പോൾ സമുദ്രം തന്നോട് ഏൽപ്പിച്ചു കൊടുത്തു. മരണം അഥവാ നരകം ഏൽപ്പിച്ചു കൊടുത്തു. മരണം വഹിക്കുന്ന നരകം തങ്ങളോട് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അന്ന് തുടങ്ങിയതാണ്, അന്ന് എഴുതാണ്. നരകത്തിലേക്ക് പോകുന്നതിൽ ആദ്യമായി നരകത്തിലേക്ക് പോയത് പാപം ചെയ്ത ദൂതന്മാരല്ല. ആദ്യമായി നരകത്തിലേക്ക് പോകാൻ പേടിയിരുന്നത് ആണെന്ന് പറയാമോ? മനുഷ്യനാണ്.
അഗ്നിനരകത്തിലെ ആദ്യം പോകുന്നത് മനുഷ്യൻ. ആദ്യമായി അഗ്നിനരകത്തിൽ ആദ്യമായിട്ട് നരകത്തിലേക്ക് പോകാനുള്ള പേര് എഴുതപ്പെട്ട കഠിനപാതയുടെ പേരാണ് കൈ. രണ്ടായി പുസ്തകം എഴുതി തുടങ്ങിയത് ലോകാരംഭം. മണ്ണിലേക്ക് എഴുതപ്പെടുന്നവരുടെ പേരിൽ എഴുതി തുടങ്ങിയ പേരിൽ ദൈവത്തെ വിട്ടുപോകുന്നതിൽ കഠിനപാതയായി അത് കയ്യിൽ വലിച്ചു കഴിയുമ്പോൾ അവൻ പോകേണ്ടത് നരകത്തിലേക്കാണോ എന്നുള്ളത് ദൈവം കുറിച്ചു. അന്ന് എഴുതി തുടങ്ങിയ പുസ്തകം ഇതുവരെ അടയപ്പെട്ടിട്ടില്ല. എന്നാ അടയ്ക്കുന്നറിയാമോ? ദുഃഖത്തെ നാളിലെ ദൈവത്തെ ഓർത്ത് കൈകൂട്ടി പറയും, നമ്മളാരും അതിലേക്ക് വരരുത്. കാരണം അതിനുള്ള സാധ്യതകൾ ഏറെയുള്ളത് വിശ്വാസികൾക്കാണ്. അതേക്കുറിച്ച് എബ്രായത്തിൽ പറഞ്ഞിട്ടുണ്ട്, നാം സത്യം അറിഞ്ഞ ശേഷം മനഃപൂർവ്വമായി പാപം ചെയ്താൽ തീയല്ലാതെ, ദഹിപ്പിച്ചു കളയാൻ തീയല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് ദൈവത്തിലൂടെ നമുക്ക് ലഭിക്കാമെങ്കിൽ ഏറ്റവും വലിയ പരമവിളിയാണ്. നഷ്ടപ്പെടുത്തി കളയുകയാണെങ്കിൽ ഏറ്റവും കഠിനമായ പാപത്തിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അപകർഷവ്യാധിയിലേക്ക് ഒരിക്കലും തള്ളപ്പെടരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസങ്ങൾ നമുക്ക് ഏറ്റവും ഉന്നതമായ ചിന്തിക്കാം. പിന്നെ അന്ന് എഴുതി തുടങ്ങിയ കൈയുടെ പേരെഴുതി തുടങ്ങി, ഒടുക്കത്തെ നാൾ എഴുതി അവസാനിപ്പിക്കും. കൈയുടെ പേരെഴുതി ആ വഷളത്വം പെരുകിയപ്പോൾ ഒരു കൂട്ടം ദൂതന്മാർ പാപം ചെയ്ത് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവരെ ബന്ധിച്ച് നരകാഗ്നിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രകാരം ദൈവത്തെ അറിഞ്ഞിട്ടും അതിനോട് നേരിട്ട് സംസാരിച്ചു. അവന് മാനസാന്തരം കൊടുക്കേണ്ട കിട്ടത്തിൽ ദൈവത്തിലെ വരുകൊണ്ടാണ് അവന്റെ പേര് എഴുതിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു വ്യക്തിയുണ്ട്, ആരാന്ന് പറയാമോ? യൂദ. അവന്റെ പേര് എഴുതിയിരിക്കുന്നത് നരകത്തിൽ പോകുന്നതോടെ പേരുള്ള കോളേജിന്റെ പുസ്തകത്തായിരുന്നു. ദൈവത്തോട് കൂടെ നാം അസൂസ് ചെയ്ത ആളാണ്. എത്തിക്കൊടുക്കേണ്ടതായിട്ടോ ദൈവമുള്ള മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് കൊള്ളായിരുന്നു എന്നെ പറയുന്നത്. കൊള്ളായിരുന്നു എന്ന് പറയുന്നത് ഇവരുടെ പുസ്തകം എടുക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ദൈവം പറയുന്നത്. ഇവൻ ഈ മാറ്റത്തിലേക്ക് വരാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ദൈവം പറയുന്നത്. യോധയെ കുറിച്ച് പറഞ്ഞ മനുഷ്യൻ അവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായി. ഇവിടെ വിട്ടുപോകുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, കർത്താവേ, ഞാൻ അങ്ങേക്ക് ഹിതകരമല്ലാത്ത ഒരു ജീവിതമാണ് നയിക്കുന്നെങ്കിൽ ദൈവം പറയും, ഇവൻ എന്റെ പേരെടുക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നായിരുന്നു കർത്താവ് പറയുന്നത്. ദീർഘിപ്പിക്കാൻ സമയമില്ലാത്ത നിർത്തിയാണ്. രണ്ടാമത് നമ്മൾ കാണുന്നത് പാതാളം ഏൽപ്പിച്ചു കൊടുക്കുന്ന പേര് എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പേരാണ് അതാണ്. ആ പുസ്തകം ഏതാണ്? പാതാളം ഏൽപ്പിച്ചു കൊടുക്കുന്ന പേര് എന്നെഴുതപ്പെട്ടു തുടങ്ങി ലോകാരംഭം മുതൽ ഒടുക്കത്തെ നാൾ വരെയാണ്. പാതാളത്തിലേക്ക് പോകാനുള്ള സൃഷ്ടികൾ ഉണ്ടായത് മനുഷ്യൻ പാപികളായി തീർന്നപ്പോൾ പാപത്തിൽ മരിക്കുന്നെങ്കിൽ അവന്റെ പേര് ഈ പുസ്തകത്തിൽ കാണത്തില്ല, മണ്ണിൽ എഴുതപ്പെടും. മരിക്കുന്ന സമയത്ത് പാപിയാണോ കഠിനപാപിയാണോ ദൈവം തീരുമാനിച്ചിട്ട് അവരെ എന്ത് ചെയ്യും? അതിനനുസരിച്ചുള്ള ഗേഡിലേക്ക് എഴുതും. പാപിയാണെങ്കിൽ പാതാളം ഏൽപ്പിച്ചു കൊടുക്കുന്ന ദിശ എഴുതപ്പെടും. കഠിനപാപം ചെയ്തവരാണെങ്കിൽ കയ്യിൽ കിടക്കുന്ന പാപ ദൂതന്മാർ കിടക്കുന്ന പുസ്തകത്തിലേക്ക് എഴുതപ്പെടും. എവിടെയാ പോകേണ്ടതെന്നുള്ളത് ഈ കർത്താവിന്റെ ജയിലിൽ തടവറയിൽ വെച്ചിരിക്കുന്നവയ്യ എന്ന് പറഞ്ഞാൽ വിചാരണ തടവുകാരെ സൂക്ഷിച്ചിരിക്കുക മനുഷ്യാത്മാക്കളെ. ഇവിടുത്തെ തടവ് സാരമില്ല കേട്ടോ. ഇവിടുത്തെ തടവ് തെറ്റ് ചെയ്താൽ സുവിശേഷം വധിച്ചാൽ നമ്മുടെ ശരീരത്തെ ബന്ധിപ്പിച്ച് വെക്കാൻ പറ്റുന്നുള്ളൂ. പറയുന്നത് വചനത്തിന് ബന്ധമില്ല. അവന്റെ അകത്തുള്ള ആത്മാവ് കൊണ്ട് ജനിച്ചിരിക്കുന്ന വചനമാകുന്ന ശരീരത്തെ ബന്ധിക്കാൻ കഴിയത്തില്ലെന്നാൽ ദൈവം വിചാരണ തടവുകാരായി പാപം ചെയ്തവരെ വെച്ചിട്ടുണ്ട്. ആ സ്ഥലത്തിന്റെ പേരാണ് നരകമെന്ന് പറയുന്നത്. അതുപോലെ പാതാളം എന്ന് പറയുന്നത് സെല്ലുകളുണ്ട്. ഈ ജയിലുകൾക്കകത്ത് പലതുണ്ട്. വലിയ ക്രൂരത ചെയ്യുന്ന ക്രിമിനൽസിനെ എല്ലാവരും കൂടെയാണ് വിടുന്നത്. ഇതൊക്കെയാ ഇതിന്റെ തെളിവായിട്ട് നിൽക്കും. മൂന്ന് പേരുകൾ, മൂന്ന് പുസ്തകങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് നിത്യനരകത്തിലേക്ക് നേരിട്ട് തള്ളപ്പെടുന്ന പേരെഴുതുന്നു. അതിന്റെ ഒന്നാമത്തെ പേര് ആരാണ്? മനസ്സിലായോ? രണ്ടാമത് രേഖപ്പെടുത്തുന്ന ഡിസെൻഡിംഗ് ഓർഡർ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിലേക്കുള്ളത് കഠിനപാപം ചെയ്ത കയ്യിൽ ഉൾപ്പെടെ, യൂദ ഉൾപ്പെടെ, യേശുവിനെ യൂദ ഉൾപ്പെടെ, അതുപോലെ തന്നെ പാപം ചെയ്ത ദൂതന്മാർ ഉൾപ്പെടെയുള്ളവരെ ചിന്തിച്ചു. പാതാളത്തിലേക്ക് പോകുന്നതിൽ
ഒരു സൃഷ്ടിയെ കുറിച്ച് ദൈവവചനം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് പറയാമോ ആരാണെന്നോ? പാതാളത്തിലേക്ക് പോകുന്നത് കുറിച്ച് എഴുതി പറയാം. ഭൂതാത്മാക്കൾ പറഞ്ഞു, ഭൂതാത്മാക്കൾ ഡെമൺ സ്പിരിറ്റ്സ് യേശുവിനടുത്ത് പറഞ്ഞു, ഞാൻ നിന്നെ അറിയുന്നു, നീ ദൈവത്തന്ന, ഞങ്ങളെ എന്ത് ചെയ്യരുത്, പാതാളത്തിലേക്ക് എന്ത് ചെയ്യരുത്, പറഞ്ഞു വിടരുന്നു. നോഹയുടെ കാലത്ത് പ്രസംഗിച്ചതാ ക്രിസ്തുവിന്റെ ആത്മാവിൽ. അന്ന് പ്രസംഗിച്ചു. നോഹ പ്രസംഗിച്ചപ്പോൾ അന്നത്തെ അമാനുഷ്യരായിട്ടുള്ള മനുഷ്യരെല്ലാം കേട്ടു. അന്ന് ജലപ്രളയം ഉണ്ടായപ്പോൾ മനുഷ്യരോട് പ്രസംഗിച്ചു. ഭൂത മനുഷ്യ സ്ത്രീ സംഗമത്തോടുകൂടി ഉണ്ടായ അമാനുഷ്യരുണ്ടായി, കീർത്തിപ്പെട്ട പുരുഷന്മാരുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി. ശ്വാസം വിട്ടു കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ ആത്മാക്കളെ ദൈവം നരകത്തിലോ പാതാളത്തിലോ അതിനനുസരിച്ച് വെച്ചു. ഈ അന്ന് മരിച്ചുപോയ 5 കൈയും 10 കൈയും കാലുമൊക്കെയുള്ള ഈ പറയുന്ന അമാനുഷ്യരായിരിക്കുന്നവരുടെ ആത്മാക്കളെ ദൈവം അലഞ്ഞു തിരിയുവാൻ വേണ്ടി വിട്ടോട് പറഞ്ഞ് അലഞ്ഞു തിരിച്ചോളാൻ. ഇവനെ വിടുന്നതെന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒടുക്കത്തെ നാളിലാണ് പാതാളത്തിലേക്ക് അഴികൾ പറയുന്നത്. ഈ സമയത്തിന് മുമ്പ് വന്നോ, ഈ സമയത്തിന് മുമ്പ് വന്നോ, ഞങ്ങളെ എന്ത് ചെയ്തത്, നീ ഞങ്ങളെ എന്ത് ചെയ്ത് പാതാളത്തിലേക്ക് അയക്കുന്നു. പാതാളത്തിലേക്ക് പോകുന്നവരുടെ പേരുണ്ട്. അതിൽ പാതാളത്തിൽ പോയത് ആരാണെന്ന് നമുക്കറിയാം. പക്ഷെ ലോകാരംഭം മുതൽ പാതാളത്തിൽ പോകുന്നവരുടെ പേരുകളുമുണ്ട്. അതിലൊരു കൂട്ടമാണ് ഭൂതാത്മാക്കൾ. അവരെന്നാ പോകുന്നത്? 1000 ആണ്ട് വാഴ്ചയെല്ലാം കഴിഞ്ഞ് കർത്താവ് ചെയ്യും പാതാളത്തിലേക്ക് പറഞ്ഞു കഴിയും. അതിനുശേഷമായിട്ടാണ് ഈ 3 പുസ്തകങ്ങൾ വെള്ളസിംഹാസനം തുറക്കപ്പെടുന്നത്. സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നവർ ഏൽപ്പിച്ചു കൊടുക്കും, നരകം ഏൽപ്പിച്ചു കൊടുക്കുന്നവർ ഏൽപ്പിച്ചു കൊടുക്കും, പാതാളം ഏൽപ്പിച്ചു കൊടുക്കും. എല്ലാവർക്കും അതിൻ്റെതായ പിരിവുണ്ടാകുമ്പോൾ ഈ പുസ്തകത്തിൽ പേരുകൾ ഉള്ളത് കൊണ്ട് ആ സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നവർ പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് ഭൗമ തേജസ്സോടുകൂടി അവർ അവിടേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ രാജ്യം പിതാവാം ദൈവത്തിനെ ഏൽപ്പിക്കുവാൻ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് പ്രാർത്ഥന പഠിപ്പിച്ച കർത്താവ് മരണം മാറിയ പാപവും നീങ്ങിയ ഈ പുതിയ ആകാശ പുതിയ ഭൂമിയെ പിതാവാം ദൈവത്തിന് വേണ്ടി വരമേൽപ്പിക്കാൻ വേണ്ടി മടങ്ങിപ്പോകുമ്പോൾ അവനോട് കൂടെ വന്ന വിശുദ്ധന്മാരും അവരോട് കരയിക്കൊള്ളും. അതിനുശേഷമാണ് മുത്തനാമരിശിലെയും മനുഷ്യരുടെ ദൈവത്തിന്റെ കൂടാരം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന രാത്രിയിൽ ഞാൻ ഈ സന്ദേശം അവസാനിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ദൈവാത്മാവ് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എവിടെ കാലത്ത് പോകുമെന്ന്, ഭൂതാത്മാക്കൾ എവിടെ പോകും, ദുഷ്ടദൂതന്മാർ എവിടെ പോകും, കഠിനഭാവികൾ എവിടെ പോകും, പാപം ചെയ്തവർ എവിടെ പോകും, അതേ നീതിയോടെ ജീവിച്ച് ദൈവത്തിന്റെ തേജസ്സിന് വേണ്ടി കാത്തിരിക്കുന്ന അവന്റെ ആത്മവണമാക്കി എവിടെ പോകും, അതേ ആ തേജസ്സില്ലാത്ത അറിവിനെ പ്രാപിക്കുന്ന കന്യകമാർ എവിടെ പോകും, നിത്യയോഗ്യതയോടെ എവിടേക്ക് മാറ്റപ്പെടുമെന്നുള്ളതൊക്കെ, അതുപോലെ രക്തസാക്ഷികളാക്കൾ എവിടെ പോകുമെന്നൊക്കെ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇതുവരെ രക്തസാക്ഷികളുടെ പേരുകൾ എഴുതപ്പെടാൻ തുടങ്ങിയിട്ടില്ല. അത് എതിർക്രിസ്തുവിന്റെ വണ്ണത്തിലാണ് എഴുതപ്പെടാൻ തുടങ്ങുന്നത്. പക്ഷേ അങ്ങനെ ഒരു പുസ്തകം കൂടി എഴുതപ്പെടും. പക്ഷേ അതിന് മുമ്പായി നമുക്കിന്ന് പകൽസമയം കരമുയർത്തി ദൈവത്തോട് പറയാൻ, കർത്താവേ, ഞാൻ കഠിന പാപം ചെയ്ത്, എല്ലാവരും പറഞ്ഞാട്ടെ, കഠിന പാപം ചെയ്ത് നരകവിധിക്ക് യോഗ്യരായിരുന്നു. എന്നാൽ അവിടുന്ന് അങ്ങയുടെ കരം തേടി വന്ന്, അങ്ങയുടെ ശബ്ദം തേടി വന്ന് എന്നെ അവസ്ഥയിൽ നിന്ന് നരകത്തിന്റെ അവസ്ഥയിൽ നിന്ന് എന്നെ കോരിയെടുത്ത ദൈവസ്നേഹത്തിനായി സ്തോത്രം. ഇന്ന് പകൽസമയം നിനക്ക് കോരിയെടുത്തിന്റെ മുഖം കാണുവാൻ കഴിയുമോ? അവന്റെ മുഖം നിന്നെ മേൽ നോക്കുകയാണ്. നിന്നെ കോരിയെടുക്കുവാൻ കോരിയെടുക്കുമ്പോൾ അവന്റെ മുഖം കാണുവാൻ കഴിയും. 2000 വർഷം മുമ്പ് കണ്ടപ്പാടേറ്റ് നാശന്റെ മുഖം ദർശിക്കുവാൻ കഴിയുമെങ്കിൽ അന്യരായുള്ള ഈ ദൂരം കൈമാറിക്കൊണ്ട് ഞാൻ ഈ പഠനത്തിന് ഇവിടെ വിരാമം കുറിക്കുകയാണ്. ഞാൻ അവന്റെ രൂപം തൃപ്തനാകും. അതെ, എല്ലാവരും യേശു കർത്താവിന്റെ മുഖങ്ങൾ തൃപ്തനാകും. അപ്പാവിലാവെ എന്ന് വിളിച്ചുകൊണ്ട് അവരോട് ചേരുവാനുള്ള ആ പരപരിയുടെ നാക്കിലെ എന്നുള്ള ആ വിളിയിലേക്ക് നോക്കുവാൻ കാഴ്ചപ്പാടിനായി സ്തോത്രം ചെയ്യാം. എന്നൊരു വേദിച്ചെന്നാട്ട് അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവങ്ങളുടെ പുസ്തകങ്ങളിൽ എന്റെ പേര് എവിടെ എഴുതപ്പെടും, എന്റെ പേര് വിളിക്കുന്നത് ഏത് നിലയിലാണ്, എന്റെ പേര് വിളിക്കുമ്പോൾ കർത്താവിന്റെ കടം വിളിക്കുമ്പോൾ എനിക്ക് ആ പേര് വിളിക്കുന്ന കൂട്ടത്തിലായി തീരുവാൻ കഴിയുമോ? ഇന്ന് മനസ്സിൽ ദൈവമായി ഒന്നിച്ച് നമുക്ക് ദൈവം പറയാൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഏതെങ്കിലും വിധത്തിൽ എങ്ങനെയെങ്കിലും ദൂരാഹപ്പെടുത്തണമേ. അല്ലെങ്കിൽ മരിച്ചുപോയാൽ എങ്ങനെയെങ്കിലും മരിച്ചവരെ പുനരുത്ഥാനം നൽകണമേ. ആ പരമയുടെ യോഗ്യരാക്കി തീർക്കുവാൻ അങ്ങ് ഞാനിവിടെ ശാസ്ത്രങ്ങളും മാറ്റപ്പെടുമ്പോൾ എന്റെ പേർ കൂടി ആ ഏറ്റവും അതിശ്രേഷ്ഠകരമായിരിക്കുന്ന മണവാട്ടി സഭയുടെ ആദ്യജാതന്മാരുടെ പേരിൽ എഴുതണമേ എന്ന്
ആത്മാർത്ഥമായ ദർശനം ദർശിച്ചുകൊണ്ട് ഈ ക്ലാസ്സിന് ഞാൻ പരിസമാപ്തി കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കും.